ഹലോ എവറി വൺ, വെൽക്കം ടു ആസ്പിറൻസ് അക്കാഡമി. നമ്മൾ ഇന്നലെ നോക്കിക്കൊണ്ടിരുന്ന വിമൻ CPOൻ്റെ ബാലൻസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം 11ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു, ഇന്ത്യയിലെ ഏറ്റവും ചെറിയ യൂണിയൻ ടെറിട്ടറി ഏതാണെന്ന് ചോദിച്ചാൽ അത് ലക്ഷദ്വീപ് ആയിരുന്നു. നമുക്ക് ലക്ഷദ്വീപിനെ പറ്റി വളരെ കുറച്ച് ഫാക്റ്റുകൾ ഐലൻഡ്സിനെ പറ്റിയിട്ട് നോക്കാം. റിച്ചീസ് ഐലൻഡ്, ലാബറിന്ത് ഐലൻഡ്, ഇതൊക്കെ ഏത് ഓഷനിലാണെന്ന് ചോദിക്കും. റിച്ചീസ് ഐലൻഡ്, ലാബറിന്ത് ഐലൻഡ് എവിടെയാണെന്ന് ചോദിക്കും. അറബിക്കടലാണോ അതോ ബേ ഓഫ് ബംഗാളാണോ ചോദിച്ചാൽ ബേ ഓഫ് ബംഗാളിലാണ് കേട്ടോ. റിച്ചീസ് ഐലൻഡും ലാബറിന്ത് ഐലൻഡും ചെറു ദ്വീപ സമൂഹങ്ങളാണ്. അത് എവിടെ സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ബേ ഓഫ് ബംഗാളിലാണ്. ഇനി നമ്മുടെ 10 ഡിഗ്രി ചാനൽ ഏതിനെ തമ്മിലാണ് വേർതിരിക്കുന്നതെന്ന് ചോദിച്ചാൽ 10 ഡിഗ്രി ചാനൽ അത് ആൻഡമാനും നിക്കോബാറും തമ്മിൽ വേർതിരിക്കുന്നതാണ് 10 ഡിഗ്രി ചാനൽ. അപ്പോൾ 8 ഡിഗ്രി ചാനലാണെങ്കിൽ മാൽദീവ്സിനെയും മിനിക്കോയിനെയും വേർതിരിക്കുന്നതാണ് 8 ഡിഗ്രി. മാൽദീവ്സിനെയും മിനിക്കോയിനെയും വേർതിരിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ 11 ഡിഗ്രി ചാനലാണെങ്കിൽ അമിനി ദ്വീപിനെയും കാനനൂർ ദ്വീപിനെയും തമ്മിൽ വേർതിരിക്കുന്നതാണ് 11 ഡിഗ്രി ചാനൽ. അമിനി ദ്വീപിനെയും കാനനൂറിനെയും വേർതിരിക്കുന്നതാണ് 11 ഡിഗ്രി ചാനൽ. അങ്ങനെയെങ്കിൽ ഡങ്കൻ പാസ് എന്തിനെ തമ്മിൽ വേർതിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഡങ്കൻ പാസേജ് എന്തിനെ തമ്മിലാണെന്ന് ചോദിച്ചാൽ ലിറ്റിൽ ആൻഡമാനെയും റൂട്ട്ലാൻഡ് ദ്വീപിനെയും തമ്മിൽ വേർതിരിക്കുന്നതാണ്. ലിറ്റിൽ ആൻഡമാനെയും, അല്ലെങ്കിൽ നമുക്ക് ലിറ്റിൽ ആൻഡമാനെ സൗത്ത് ആൻഡമാൻ എന്ന് പറയാം, അല്ലെങ്കിൽ സ്പെസിഫൈ ചെയ്ത് പറയുമ്പോൾ ലിറ്റിൽ ആൻഡമാനെയും റൂട്ട്ലാൻഡ് ദ്വീപിനെ തമ്മിൽ വേർതിരിക്കുന്നത് ചോദിച്ചത് ഡങ്കൻ പാസ്സാണ്. ഇനി ഒരു കറണ്ട് അഫെയർ റിലേറ്റഡ് ക്വസ്റ്റ്യൻ ചോദിക്കാം. നമ്മുടെ ആൻഡമാൻ നിക്കോബാറിലെ ഒരു വംശം ആദ്യമായിട്ട് 18ാം ലോകസഭയിലാണ് ആദ്യമായിട്ട് ഒരു വോട്ട് ചെയ്യുന്നത്. അതേത് വംശം എന്ന് ചോദിച്ചാൽ ഷൊൻബനാണ് കേട്ടോ. ഷൊമ്പൻ ഗോത്രവർഗ്ഗക്കാർ ആൻഡമാൻ നിക്കോബാറിലുള്ളവരാണ്. അവർ ആദ്യമായിട്ട് വോട്ട് ചെയ്തത് നമ്മുടെ 18ാം ലോകസഭ ഇലക്ഷനിലാണ്. ഷൊമ്പൻ ഗോത്രവർഗ്ഗക്കാരാണ് ഷൊമ്പൻ. അപ്പോൾ ജരാവ ഗോത്രവർഗ്ഗം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ലിറ്റിൽ ആൻഡമാനിൽ സ്ഥിതി ചെയ്യുന്നതാണ് കേട്ടോ. ജരാവ ഗോത്രവർഗ്ഗക്കാർ താമസിക്കുന്നത് ലിറ്റിൽ ആൻഡമാനിലുള്ളതാണ്. റോസ് ഐലൻഡ്, ഹാവ്ലോക്ക് ഐലൻഡ്, നീൽ ഐലൻഡ് ഇതൊക്കെ എവിടെയാണെന്ന് ചോദിച്ചാലോ അത് സൗത്ത് ആൻഡമാനിലാണ്. റോസ് ഐലൻഡ്, ഹാവ്ലോക്ക് ഐലൻഡ്, നീൽ ഐലൻഡൊക്കെ സൗത്ത് ആൻഡമാനിലുള്ളതാണ്. ഇനി മൗണ്ട് ഡയാവോളോ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് മധ്യ ആൻഡമാനിലാണ്. മൗണ്ട് ഡയാവോളോ ആണെങ്കിൽ മധ്യ ആൻഡമാനും, മൗണ്ട് കൊയോബ് എവിടെയാണെന്ന് ചോദിച്ചാൽ സൗത്ത് ആൻഡമാനിലാണ്. മൗണ്ട് തുയിലിയർ ആണെങ്കിൽ അത് ഗ്രേറ്റ് നിക്കോബാറിലുള്ളതാണ്. മൗണ്ട് തുയിലിയർ. ഇനി സാഡിൽ കൊടുമുടിയാണ് ഏറ്റവും ഹയസ്റ്റ്, നമ്മുടെ ആൻഡമാനിലെ ഏറ്റവും ഹയസ്റ്റ് കൊടുമുടിയായിട്ടുള്ള സാഡിൽ കൊടുമുടി എവിടെയാണെന്ന് ചോദിച്ചാൽ അത് നോർത്ത് ആൻഡമാനിലാണ്. സാഡിൽ കൊടുമുടിയാണെങ്കിൽ നോർത്ത് ആൻഡമാനിൽ. ഇനി സജീവ അഗ്നിപർവ്വതം നമുക്കറിയില്ല. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമാണ് ബാരൻ ദ്വീപിലുള്ളത്. അത് ആൻഡമാൻ ദ്വീപിലാണ്. ബാരൻ ദ്വീപ് എവിടെയാണെന്ന് ചോദിച്ചാൽ ആൻഡമാൻ ദ്വീപിലാണ്. ഇനി നിർജീവ അഗ്നിപർവ്വതം ഇവിടെ തന്നെ ഉണ്ട്, ആൻഡമാനിലുണ്ട്. അപ്പോൾ ആൻഡമാനിലെ നിർജീവ അഗ്നിപർവ്വതമാണെങ്കിൽ ഇത് നാർക്കൊണ്ടം ദ്വീപാണ്. നാർക്കൊണ്ടം ദ്വീപ് എന്താണ്? നിർജീവ അഗ്നിപർവ്വതമാണ്. നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞതാണ് 2023 ഏഷ്യൻ ഗെയിംസിൽ നമുക്ക് ഇന്ത്യക്ക് കിട്ടിയ മെഡലുകൾ ചോദിച്ചാൽ അത് 107 മെഡലുകളാണ് ഇന്ത്യക്ക് കിട്ടിയത്. ഇനി എത്രാമത്തെ ഏഷ്യൻ ഗെയിംസ് ആയിരുന്നു 2023 നടന്നതെന്ന് ചോദിച്ചാൽ 19ാമത് ഏഷ്യൻ ഗെയിംസാണ് 2023 നടന്നത്. ഇതിൻ്റെ വേദി ചോദിച്ചാൽ ഹാങ്ഷോ ചൈനയിലായിരുന്നു. വേദി എവിടെയാണ്? ഹാങ്ഷോ ചൈനയിലാണ്. 2023 സെപ്റ്റംബർ 23 മുതൽ ഒക്ടോബർ 8 വരെയായിരുന്നു. 3ാം തവണയാണ് ചൈന ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്നത്. മൂന്നാം തവണയാണ്. ഇനി ഇത് ഉദ്ഘാടനത്തിന് വേദിയായ സ്റ്റേഡിയം ചോദിക്കാം. അത് ബിഗ് ലോട്ടസ് സ്റ്റേഡിയമാണ്. ഉദ്ഘാടനത്തിന് വേദിയായ സ്റ്റേഡിയമാണെങ്കിൽ ബിഗ് ലോട്ടസ് സ്റ്റേഡിയമാണ്. പിന്നെ നമ്മുടെ അരുണാചൽ പ്രദേശിലെ 3 വുഷു കായിക താരങ്ങൾക്ക് വിസ നിഷേധിച്ചു എന്നുള്ള കാര്യം കൂടെ ആലോചിക്കുക കേട്ടോ. അരുണാചൽ പ്രദേശിലെ 3 ഏത് കായിക താരങ്ങൾക്കാണ്? വുഷു താരങ്ങൾക്ക് വിസ നിരോധിച്ചിരുന്നു. അതിൽ ഒരാളാണ് നമ്മുടെ റോഷിബിന എന്ന് പറയുന്നത് വുഷു ആയിട്ട് ബന്ധപ്പെട്ട ഒരാളാണെന്ന് ഓർക്കുക. വുഷു ആയിട്ട് ബന്ധപ്പെട്ടാണ് റോഷിബിന. ഇതിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം 45ആണ്. ഇനി ഇന്ത്യൻ ടീമിൻ്റെ സ്പോൺസർ ചോദിച്ചാൽ അമുലാണ് ഇന്ത്യൻ ടീമിൻ്റെ സ്പോൺസർ. പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം 45ആണ്. ഇനി മാർച്ച് പാസ്റ്റിൽ ഇതിൽ ഏറ്റവും മുന്നിൽ നിന്ന രാജ്യം അഫ്ഗാനിസ്ഥാനും ഏറ്റവും പിറകിൽ നിന്ന രാജ്യം ചൈനയും. ഇന്ത്യയുടെ സ്ഥാനം 8ആയിരുന്നു. നമ്മൾ പറഞ്ഞ ഒളിമ്പിക്സിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ആതിഥേയ രാജ്യമല്ല, നമ്മുടെ ഗ്രീസാണ്. ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഗ്രീസും ഏറ്റവും പുറകിലായിരിക്കും ആതിഥേയ രാജ്യം നിൽക്കുന്നത്. ഇനി നടുക്കെന്ന് പറയുന്നത് നമ്മുടെ ആൽഫബറ്റിക് ഓർഡറിലായിരിക്കും മറ്റ് രാജ്യങ്ങളെ അറേഞ്ച് ചെയ്തെന്ന് പഠിച്ചു. പക്ഷേ ഇതിൽ നമ്മുടെ ഏഷ്യൻ ഗെയിംസിൽ 19ാമത് ഏഷ്യൻ ഗെയിംസിൽ മുന്നിൽ നിന്ന രാജ്യം നോക്കുക, അത് അഫ്ഗാനിസ്ഥാനും. പിറകിൽ നിന്ന് നമ്മുടെ ചൈനയാണ്. ചൈന ഹോസ്റ്റിംഗ് കൺട്രിയാണ്, അത് പിറകിൽ നിന്നു. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചാൽ അത് 8ആയിരുന്നു കേട്ടോ. ഇന്ത്യയുടെ സ്ഥാനം 8ആയിരുന്നു.
ഇനി സമാപന ചടങ്ങിൽ ഇന്ത്യയുടെ പതാക വഹിച്ചത് നമ്മുടെ മലയാളിയായിട്ടുള്ള PR ശ്രീജേഷാണ് സമാപന ചടങ്ങിൽ പതാക വഹിച്ചത്. ഈ 107 മെഡലുകൾ എന്ന് പറയുമ്പോൾ എത്ര സ്വർണം എത്ര വെള്ളി അതൊക്കെ പഠിക്കണം. 28 ഗോൾഡ് കിട്ടി, 38 വെള്ളി കിട്ടി, അതുപോലെ വെങ്കലം 41 വെങ്കലാണ് കിട്ടിയത്. 28, 38, 41 എങ്ങനെ ഒരു ഡിസ്ട്രിബ്യൂഷനിലാണ് ഈ 107 മെഡലുകൾ ഇന്ത്യക്ക് കിട്ടിയത്. ഇനി ഏഷ്യൻ ഗെയിംസിൽ ഫസ്റ്റ് വന്ന രാജ്യം ചോദിച്ചാൽ അത് ചൈനയാണ്. ഏഷ്യൻ ഗെയിംസിൽ ഫസ്റ്റ് ചൈന, സെക്കൻഡ് ആണെങ്കിൽ ജപ്പാനും, തേർഡ് ആണെങ്കിൽ സൗത്ത് കൊറിയ. നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനമാണ് ഫോർത്ത് കേട്ടോ. ഫസ്റ്റ് ചൈന, സെക്കൻഡ് ജപ്പാൻ, തേർഡ് സൗത്ത് കൊറിയ. ഇന്ത്യയുടെ സ്ഥാനമാണെങ്കിൽ അത് ഫോർത്താണ്. ഇനി 19ാമത് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ മെഡൽ ലഭിച്ച മത്സര ഇനം ചോദിച്ചാൽ അത് അത്ലറ്റിക്സ് ആണ് കേട്ടോ. ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ മെഡൽ ലഭിച്ചത് അത്ലറ്റിക്സിലും. എന്നാൽ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ സ്വർണം നേടിയ മത്സര ഇനം ചോദിച്ചാൽ അത് ഷൂട്ടിങ്ങിനാണ് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ സ്വർണ്ണ മെഡൽ കിട്ടിയത്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറൊരു കാര്യമുണ്ട്. 19ാമത് ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെയും പുരുഷന്മാരുടെയും ക്രിക്കറ്റിന് ഇന്ത്യക്ക് എന്താ കിട്ടിയെന്ന് ചോദിച്ചാൽ രണ്ടിലും സ്വർണം കിട്ടി കേട്ടോ. വനിതകളുടെയും പുരുഷന്മാരുടെയും ക്രിക്കറ്റ് ഇനത്തിൽ ഇന്ത്യക്ക് സ്വർണ്ണമാണ് കിട്ടിയത്. ഇതിൽ പുരുഷ ക്രിക്കറ്റിൽ അഫ്ഗാനിസ്ഥാനെതിരെയായിരുന്നു മത്സരം. മഴ മൂലം കളി ഉപേക്ഷിച്ചതോടെയാണ് ഉയർന്ന റാങ്കിംഗ് പരിഗണിച്ച് ഇന്ത്യൻ ടീമിനെ വിജയിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇതും കറണ്ട് അഫെയറായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വേറെ ക്വസ്റ്റ്യൻ ആണ്. ഈ മഴ മൂലം നമ്മുടെ ഏത് ടീമാണ് ജയിക്കുന്നത് എന്നുള്ളൊരു റൂളുണ്ട് ക്രിക്കറ്റിൽ. അതാണ് ഡക്ക്വർത്ത് ലൂയി റൂള്. ഡക്ക്വർത്ത് ലൂയി റൂള് അത് കൊണ്ടുവന്ന ഒരാൾ, ഫേമസ് ആയിട്ടുള്ള ഒരാൾ ഈ കറൻ്റ്ലി ഇയാൾ അന്തരിച്ചിരുന്നു. അപ്പോൾ അതാരെന്ന് നോക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഡക്ക്വർത്ത് ലൂയി നിയമം അനുസരിച്ചാണ് നമ്മുടെ മഴ മൂലം ഇന്ത്യക്ക് ഈ ഏഷ്യൻ ഗെയിംസിൽ സ്വർണം കിട്ടിയത്, ഏറ്റവും ഉയർന്ന റാങ്ക് വെച്ചിട്ട്. ഇനി ഇന്ത്യൻ പുരുഷ ടീമിൻ്റെ ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദ് ആയിരുന്നു. ഇന്ത്യൻ വനിതാ ടീമിൻ്റെ ക്യാപ്റ്റൻ ചോദിച്ചാൽ അത് ഹർമൻപ്രീത് കൗർ ആയിരുന്നു. വനിതാ ടീമാണെങ്കിൽ ഹർമൻപ്രീത് കൗർ ആയിരുന്നു. ഇനി വനിതാ ടീം ഫൈനലിൽ ശ്രീലങ്കയെയാണ് പരാജയപ്പെടുത്തിയത്. ഇനി ഏഷ്യൻ ഗെയിംസിൽ ക്രിക്കറ്റിൽ സ്വർണം നേടിയ ഇന്ത്യ വനിതാ ടീമിൽ അംഗമായ മലയാളി ചോദിച്ചാൽ അത് നമ്മുടെ വയനാടുകാരിയായ മിന്നുമണിക്കാണ് സ്വർണം കിട്ടിയത്. സ്വർണ്ണമല്ല, മിന്നുമണിയാണ് ടീമിലുണ്ടായിരുന്ന മലയാളി വനിത. അതേപോലെ ക്രിക്കറ്റ് പോലെ തന്നെയാണ് കബഡി ഇനത്തിലും പുരുഷന്മാരുടെയും വനിതകളുടെയും ഇന്ത്യൻ ടീമിന് സ്വർണം തന്നെയാണ് കിട്ടിയത് കേട്ടോ. കബഡി ടീമിലും 2 ടീമിനും സ്വർണം കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഹോക്കി ടീമിലാണെങ്കിൽ പുരുഷ വിഭാഗത്തിൽ ഹോക്കി ടീമിന് സ്വർണം കിട്ടി, എന്നാൽ വനിതാ വിഭാഗത്തിന് ഹോക്കിയിൽ വെങ്കലാണ് കിട്ടിയത്. കബഡിയിൽ 2 സ്വർണം കിട്ടി, ക്രിക്കറ്റിൽ 2 പേർക്കും സ്വർണം കിട്ടി. പക്ഷേ ക്രിക്കറ്റും കബഡിയിലും സ്വർണം കിട്ടി. എന്നാൽ ഹോക്കിയിൽ പുരുഷ വിഭാഗത്തിന് സ്വർണം കിട്ടി, വനിതാ വിഭാഗത്തിൽ വെങ്കലാണ് കിട്ടിയത്. ഓക്കെ, അടുത്ത 41 വർഷത്തിന് ശേഷം ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് സ്വർണം കിട്ടുന്ന മത്സര ഇനം ചോദിച്ചാൽ അത് അശ്വാഭ്യാസമാണ് കേട്ടോ. ഡ്രസ്സേജ് ഇക്വസ്റ്ററിയൻ ആണ്. 41 വർഷങ്ങൾക്ക് ശേഷം ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് സ്വർണം കിട്ടുന്ന മത്സര ഇനമാണ് അശ്വാഭ്യാസം അല്ലെങ്കിൽ ഡ്രസ്സേജ് ഇക്വസ്റ്ററിയൻ. അതിലുള്ള ആൾക്കാർ നോക്കുക. ഹൃദയ് ചന്ദ ഉണ്ട്, ദിവ്യകൃതി സിംഗ്, അനുഷ് അഗർവാൾ, സുദീപ്തി ഹജേല എന്നിവരടങ്ങുന്ന മിക്സഡ് ടീമിനായിരുന്നു സ്വർണം കിട്ടിയത്. ഏതൊക്കെയാണ്? ഹൃദയ് ചന്ദ, ദിവ്യകൃതി സിംഗ്, അനുഷ് അഗർവാൾ, സുദീപ്തി ഹജേല എന്നിവരുടെ മിക്സഡ് ടീമിനായിരുന്നു ഈ ഡ്രസ്സേജ് ഇക്വസ്റ്റോറിയയിൽ സ്വർണം കിട്ടിയത്. 1982 ഈ മത്സരത്തിൽ അവസാനമായി ഇന്ത്യക്ക് സ്വർണം കിട്ടുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് വേണ്ടി പതാക വഹിച്ചവർ നോക്കുക. ഇനോഗ്രേഷൻ ചടങ്ങിൽ അത് നമ്മുടെ ഹർമൻപ്രീത് സിംഗ്, നമ്മുടെ ഹോക്കിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള ഹർമൻപ്രീത് സിംഗും പിന്നെ നമ്മുടെ ബോക്സിംഗ് താരമായിട്ടുള്ള ലവ്ലീന ബൊർഗോഹെനുമായിരുന്നു പതാക വഹിച്ചവർ. ഇനി ഇന്ത്യക്ക് വേണ്ടിയിട്ട് 100ാമത് മെഡൽ നേടിയത് നോക്കുക. അത് വനിതാ കബഡി ടീമിനാണ് ഇന്ത്യക്ക് വേണ്ടിയുള്ള 100ാമത്തെ മെഡൽ. വനിതാ കബഡി ടീമിന് സ്വർണം കിട്ടിയെന്ന് നമ്മൾ പറഞ്ഞു, അവരുടെയാണ് 100ാമത്തെ മെഡൽ. ഇനി ഫസ്റ്റ് മെഡൽ എന്ന് പറയുമ്പോൾ വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ ടീമിലെ വെള്ളിയാണ് ഇന്ത്യയുടെ ആദ്യ മെഡൽ. ഏതാണ്? വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിളിലെ ടീം ഇനത്തിൽ വെള്ളി മെഡലാണ് നമ്മുടെ ആദ്യത്തെ ഇന്ത്യയുടെ മെഡൽ എന്ന് പറയുന്നത്. അതിൽ ആ ടീം ഇനത്തിൽ ഉള്ള 10 മീറ്റർ എയർ റൈഫിലുള്ള ആൾക്കാരുണ്ട്. ആഷി റമിത മെഹൂലിയാണ് ഈ ടീമിൽ ഉണ്ടായിരുന്ന ആൾക്കാർ. 19ാമത് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ആദ്യം സ്വർണം ലഭിച്ചത് ഷൂട്ടിങ്ങിലാണ് കേട്ടോ. വെള്ളി വാങ്ങിച്ച് നമ്മൾ പറഞ്ഞു 10 മീറ്റർ എയർ റൈഫിൾ ടീമിലായിരുന്നു കിട്ടിയത്. സ്വർണം കിട്ടിയത് നമ്മുടെ ഷൂട്ടിങ്ങിലാണ് സ്വർണം കിട്ടിയത്.
അതായത് ഇന്ത്യക്കായിട്ട് സ്വർണ്ണ മെഡൽ നേടിയ ഇനം ചോദിച്ചാൽ 10 മീറ്റർ എയർ റൈഫിൾ പുരുഷ ടീം, അതും ടീം ഇനത്തിൽ തന്നെയാണ് സ്വർണം കിട്ടിയത്, പക്ഷേ പുരുഷ ടീമിനുമാണ് 10 മീറ്റർ എയർ റൈഫിളിൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇന്ത്യയിൽ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? GDP നിരക്ക് വർദ്ധിച്ചു, വിദേശ നാണയ ശേഖരം വർദ്ധിച്ചു, കൃഷിയിൽ പുരോഗതി ഉണ്ടായി, വിദേശ മൂലധന നിക്ഷേപം വർദ്ധിച്ചു. ഇതിൻ്റെ ആൻസർ വന്നിട്ട് 1, 2, 4 ശരി. ഓപ്ഷൻ ബി ആണ് 1, 2, 4 ശരി. അതായത് GDP നിരക്കും വർദ്ധിച്ചു, വിദേശ നാണയ ശേഖരവും വർദ്ധിച്ചു, വിദേശ മൂലധന നിക്ഷേപവും വർദ്ധിച്ചു. പക്ഷേ കൃഷിയായിട്ട് ബന്ധപ്പെട്ട ഒന്നും തന്നെ 1991 പുത്തൻ സാമ്പത്തിക നയത്തിൽ ഉണ്ടായിട്ടില്ല കേട്ടോ. ഈ പുത്തൻ സാമ്പത്തിക നയവുമായിട്ട് ബന്ധപ്പെട്ട 3 അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, മൂന്ന് നയങ്ങളുണ്ടല്ലോ, അതിനാണ് നമ്മൾ എന്തെന്ന് അറിയപ്പെടുന്നത്? LPG എന്നറിയപ്പെടുന്നത് കേട്ടോ. ആ 3 നയങ്ങളെ അറിയപ്പെടുന്നത് LPG എന്നാണ്. അതായത് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. ഇത് ഏതിൻ്റെ അണ്ടറിലാണ് വരുന്നതെന്ന് ചോദിച്ചാൽ ഘടനാപരമായ പരിഷ്കാരങ്ങളുടെ അണ്ടറിൽ വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ പരിഷ്കാരങ്ങളെ പറ്റി ഒന്ന് നോക്കാം. അതായത് NEPനെ നമുക്ക് 2ആയിട്ട് തരംതിരിക്കാൻ പറ്റും. ഒന്ന് സുസ്ഥിരമാക്കൽ നടപടികളും 2 ഘടനാപരമായ നടപടികളുമാണ്. ഇതിൽ സുസ്ഥിരമാക്കൽ നടപടി എന്ന് പറയുന്നത് ഹ്രസ്വകാല നടപടിയാണെന്നും ഘടനാപരമായ നടപടികൾ എന്ന് പറയുന്നത് ദീർഘകാല നടപടികളുമാണ്. ഇനി ഈ സുസ്ഥിരമാക്കൽ നടപടിയിൽ വരുന്ന കാര്യങ്ങളുണ്ട്, അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം ഏതിൻ്റെ അണ്ടറിലാണ് വരുന്നതെന്ന്. അടവശിഷ്ടത്തിലെ കമ്മി പരിഹരിക്കുക എന്ന് പറയുന്നത് സുസ്ഥിരമാക്കൽ നടപടിക്രമത്തിൽ വരുന്നതാണ്. പണപ്പെരുപ്പം നിയന്ത്രിക്കുക, വിദേശ നാണ്യശേഖരം നിലനിർത്തുക, വിലക്കയറ്റം നിയന്ത്രണ വിധേയമാക്കുക, ഇത്രയുമാണ് സുസ്ഥിരമാക്കൽ നടപടിയിൽ വരുന്നത്. ഇനി ഘടനാപരമായ നടപടിയിൽ സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുക, അത് കുറച്ചുകൂടെ ലോങ് ടേം പോളിസിയാണ് ഈ ഘടനാപരമായ പരിഷ്കാരങ്ങൾ. അപ്പോൾ അത് വായിക്കുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ കിട്ടും. അപ്പോൾ സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുക, അപ്പോൾ അതൊരു ലോങ് ടേം ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ പണപ്പെരുപ്പ നിയന്ത്രണം വെച്ചാൽ ഒരു വർഷത്തിൽ ഒരു ചെറിയൊരു ടൈമിൽ വരുന്നൊരു സാധനമായിരിക്കും ഈ പണപ്പെരുപ്പ. അപ്പോൾ ആ ഒരു ടൈമിൽ പണപ്പെരുപ്പം നിയന്ത്രിക്കുക, അപ്പോൾ അതൊരു ഹ്രസ്വകാലമായിട്ടുള്ളൊരു സംഭവമാണ് എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്ത് വെച്ച് പഠിക്കുക. അപ്പോൾ ഘടനാപരമാണെങ്കിൽ സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുകയുണ്ട്. വിവിധ മേഖലകളിലെ തടസ്സങ്ങൾ ഒഴിവാക്കി സമ്പദ് വ്യവസ്ഥയുടെ അന്താരാഷ്ട്ര മത്സരക്ഷമത വർദ്ധിപ്പിക്കുക. ഈ 2 കാര്യങ്ങളാണ് ഘടനാപരമായ പരിഷ്കാരങ്ങളിൽ വരുന്നത്. ഇനി ഇന്ത്യ ആദ്യമായിട്ട് ഉദാരവൽക്കരണ നയങ്ങൾ ആരംഭിച്ച ഒരു വർഷമുണ്ട്, അത് 1980 കേട്ടോ. ഇന്ത്യ ആദ്യമായിട്ട് ഉദാരവൽക്കരണ നയം ആരംഭിച്ചത് 1980 കൂടുതൽ സമഗ്രമായ രീതിയിൽ ഇന്ത്യയിൽ ഉദാരവൽക്കരണ നടപടികൾ ആരംഭിച്ചതാണ് ഈ 1991 കേട്ടോ. കൂടുതൽ സമഗ്രമായ രീതിയിലാണെങ്കിൽ 91 പക്ഷേ ആദ്യമായിട്ട് 1980 ആരംഭിച്ചിരുന്നു. പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് ഉദാരവൽക്കരണ നയങ്ങളിലൂടെ അനുമതി പത്രം സംവിധാനം ഒഴിവാക്കിയ വർഷവും 91. ഉദാരവൽക്കരണ നയത്തിലൂടെ അനുമതി പത്രം സംവിധാനം ഒഴിവാക്കിയ വർഷം എന്ന് വെച്ചാൽ 91 തന്നെയാണ്. ഇതിൽ ഒഴിവാക്കാത്ത വ്യാവസായിക ഉൽപ്പന്നങ്ങളുണ്ട്. അതായത് അനുമതി പത്രം എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ വിൽക്കണമെങ്കിലോ അല്ലെങ്കിൽ എക്സ്പോർട്ട് ഇമ്പോർട്ട് ചെയ്യണമെങ്കിലോ ലൈസൻസ് വേണം, അല്ലെങ്കിൽ അനുമതി പത്രം വേണമായിരുന്നു. അപ്പോൾ അനുമതി പത്രം ഒഴിവാക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് മദ്യം, സിഗരറ്റ്, ഒഴിവാക്കാത്ത വ്യാവസായിക ഉൽപ്പന്നങ്ങൾ കേട്ടോ. അനുമതി പത്രം സംവിധാനം ഒഴിവാക്കിയ വർഷമാണ് 91. അതായത് നമുക്ക് എന്തെങ്കിലും ഇമ്പോർട്ട് എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ ലൈസൻസിൻ്റെ ആവശ്യമില്ലാതെ വന്നു, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഒഴിവാക്കാത്ത, അതായത് ചില ഉൽപ്പന്നങ്ങൾക്ക് എന്തായാലും അനുമതി വേണം, അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളാണ് മദ്യം, സിഗരറ്റ്, ആപൽക്കരമായ രാസവസ്തുക്കൾ, വ്യാവസായിക ആവശ്യത്തിനുള്ള സ്ഫോടക വസ്തുക്കൾ, ഇലക്ട്രോണിക്സ്, വിമാന നിർമ്മാണ വ്യവസായം, ഔഷധ നിർമ്മാണ വ്യവസായം. അപ്പോൾ ഇതിൽ നമുക്ക് മദ്യം, സിഗരറ്റ്, ആപൽക്കരമായ രാസവസ്തുക്കളൊക്കെ നമുക്ക് കിട്ടുമല്ലേ. പിന്നെ വ്യവസായത്തിന് ആവശ്യമായ സ്ഫോടക വസ്തുക്കൾ നമുക്ക് കിട്ടും, അതൊക്കെ ലൈസൻസ് വേണമെന്ന് മനസ്സിലാവും. ബാക്കി നമ്മൾ സ്ട്രെസ് ചെയ്ത് പഠിക്കുന്നത് ഇലക്ട്രോണിക്സ്, വിമാന നിർമ്മാണ വ്യവസായം, ഔഷധ നിർമ്മാണ വ്യവസായം, ഈ 3 ലൈസൻസ് വേണമായിരുന്നു 1991. അതുപോലെ ഉദാരവൽക്കരണ നടപടിയിലൂടെ പൊതുമേഖലയ്ക്കായി സംവരണം ചെയ്ത കുറച്ച് മേഖലകളുണ്ട്, അത് വേറെ ആർക്കും കൊടുക്കൂല, പ്രൈവറ്റിനും അങ്ങനെയൊന്നും കൊടുക്കൂല, അത് എപ്പോഴും ഗവൺമെൻറ് അണ്ടറിലായിരിക്കും. അങ്ങനെ കുറച്ച് മേഖലകളാണ് രാജ്യസുരക്ഷാ ഉപകരണങ്ങളുടെ നിർമ്മാണവും ആണവ ഊർജ്ജ ഉൽപ്പാദനവും റെയിൽ ഗതാഗതവുമാണ് പൊതുമേഖലയ്ക്ക് മാത്രമായിട്ട് അവർ സംവരണം ചെയ്തു വെച്ചിരുന്നത്. വേറൊരു പോയിന്റ് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഏത് വർഷം മുതലാണ് വ്യക്തിഗത ആദായ നികുതി തുടർച്ചയായി കുറച്ചുകൊണ്ട് വന്നതെന്ന് ചോദിച്ചാൽ അതും ഈ 1991 കേട്ടോ. വ്യക്തിഗത ആദായ നികുതി കുറച്ചുകൊണ്ട് വന്ന വർഷം ചോദിച്ചാലും 1991.
ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്തതാണ്, താഴെ പറയുന്ന വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ അവയുടെ ആസ്ഥാനങ്ങൾ ചുവടെ പറയുന്ന പട്ടികയിൽ നിന്നും യോജിക്കാത്തത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ കണ്ടതാണ് അല്ലേ. ലോക വ്യാപാര സംഘടന ആസ്ഥാനം ജനീവ കറക്റ്റാണ്. ലോക ബാങ്കിൻ്റെ ആസ്ഥാനം വാഷിങ്ടൺ കറക്റ്റാണ്. അന്താരാഷ്ട്ര നാണയനിധിയുടെ ആസ്ഥാനമാണെങ്കിൽ അതും വാഷിങ്ടൺ തന്നെയാണ്. എന്നാൽ ഏഷ്യ വികസന ബാങ്ക്, അത് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ആസ്ഥാനം അത് ബെയ്ജിംഗ് അല്ല. ആ സ്റ്റേറ്റ്മെൻറ്റാണ് തെറ്റായിട്ടുള്ളത്. ഈ സ്റ്റേറ്റ്മെൻറ്റാണ് തെറ്റായിട്ടുള്ളത്. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ഇപ്പോഴത്തെ ആസ്ഥാനം ചോദിച്ചാൽ മാൻഡുലോയോങ് ഫിലിപ്പൈൻസ് ആണ്. പണ്ട് മനിലയിലായിരുന്നു, അവിടുന്ന് മാറ്റി ഇപ്പം മാൻഡുലോയോങ് ഫിലിപ്പൈൻസിൽ ആക്കിയിട്ടുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ പ്രസിഡൻറ്റ് ചോദിച്ചാൽ അത് മസാസുഗു അസക്കാവയാണ് കേട്ടോ. മസാസുഗു അസക്കാവയാണ് ഇപ്പോഴത്തെ നമ്മുടെ ഇതിൻ്റെ പ്രസിഡൻറ്റ്. മസാസുഗു അസക്കാവയാണ്. ഇനി ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഫോം ചെയ്ത വർഷം ചോദിച്ചാൽ അത് 1966 ഡിസംബർ 19 നമ്മൾ ഇന്നലെ അല്ല, ഈ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ 1966 വേറൊരു ഇയർ പഠിച്ചിരുന്നു. എന്തായിരുന്നു? നമ്മുടെ ചൈനയിലെ സാംസ്കാരിക വിപ്ലവം മാവോ സേതുവിൻ്റെ നേതൃത്വം നടന്നത് 1966 അപ്പോൾ 1966 ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഫോം ചെയ്തതും ഡിസംബർ 19 ഇത് ഫോം ചെയ്തത്. ഇനി നമ്മുടെ വേൾഡ് ബാങ്കിൻ്റെ പ്രസിഡൻ്റ് ആയിട്ടുള്ള ഇന്ത്യൻ വംശജൻ ആരാന്ന് ചോദിച്ചാൽ അതാരാണ്? അജയ് ബംഗയാണ് കേട്ടോ. വേൾഡ് ബാങ്കിൻ്റെ നമ്മുടെ ഇന്ത്യൻ വംശജനായ പ്രസിഡൻ്റാണ് നമ്മുടെ അജയ് ബംഗ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോകാം. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ചെയർമാനാണ് ആര്? നമ്മുടെ നരേന്ദ്രമോദിയാണ് കേട്ടോ. അതായത് നീതി ആയോഗ്, ആസൂത്രണ കമ്മീഷൻ ഇവരുടെയൊക്കെ ചെയർമാൻ ആരാണ്? നമ്മുടെ പ്രൈം മിനിസ്റ്ററാണ്. അപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ ആരാണോ അവരാണ് അതിൻ്റെ ചെയർമാൻ. അപ്പോൾ നീതി ആയോഗിൻ്റെ ചെയർമാൻ നമ്മുടെ നരേന്ദ്രമോദിയാണ്. നീതി ആയോഗ് വന്ന വർഷം എന്നാണെന്ന് ചോദിച്ചാൽ അത് 2015 ജനുവരി 1 നീതി ആയോഗ് ഫോം ചെയ്തത്. നീതി ആയോഗിൻ്റെ മുന്നേ ഉണ്ടായിരുന്നത് നമ്മുടെ 1950 മാർച്ച് 15 ഉണ്ടായിരുന്ന ആസൂത്രണ കമ്മീഷനായിരുന്നു നീതി ആയോഗിന് മുൻപ് ഉണ്ടായിരുന്നത്. ഇനി നീതി ആയോഗിന് നീതിന് ഫുൾ ഫോം ഉണ്ട്. അതാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നതാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നാണ് നീതി ആയോഗിൻ്റെ ഫുൾ ഫോം വരുന്നത്. ഇനി നിർമ്മല സീതാരാമൻ ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ധനകാര്യമന്ത്രിയും അതുപോലെ തന്നെ കോർപ്പറേറ്റ് അഫയേഴ്സും നിർമ്മല സീതാരാമൻ്റെ കയ്യിലാണ്. അരവിന്ദ് പനഗിരിയ ഇപ്പോഴത്തെ 16ാമത് ധനകാര്യ കമ്മീഷൻ്റെ ചെയർപേഴ്സണാണ് അരവിന്ദ് പനഗിരിയ. അതുപോലെ നീതി ആയോഗിൻ്റെ ആദ്യത്തെ വൈസ് ചെയർപേഴ്സണും അരവിന്ദ് പനഗിരിയ ആയിരുന്നു. ഇപ്പോഴത്തെ നമ്മുടെ നീതി ആയോഗിൻ്റെ വൈസ് ചെയർപേഴ്സൺ ചോദിച്ചാലോ അത് സുമൻ ബറിയാണ്. വൈസ് ചെയർപേഴ്സൺ സുമൻ ബറിയും CEO ആണെങ്കിൽ അത് BVR സുബ്രഹ്മണ്യമാണ് CEO ആയിട്ട് വരുന്നത്. ഇനി അമിതാഭ് കാന്ത് ആണെങ്കിലോ നീതി ആയോഗിൻ്റെ ഇതിന് മുന്നത്തെയുള്ള CEO ആയിരുന്നു ചോദിച്ചത് അമിതാഭ് കാന്താണ് കേട്ടോ. അമിതാഭ് കാന്ത്. ഇനി ഈ ഇടയ്ക്ക് നമ്മുടെ CAയിലുള്ള ഒരു ബുക്കായിരുന്നു ഇന്ത്യാസ് ട്രേഡ് പോളിസി. ആരെഴുതിയ ബുക്കാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ അരവിന്ദ് പനഗറിൻ്റെ ബുക്കാണ് കേട്ടോ. ഇന്ത്യാസ് ട്രേഡ് പോളിസി ആരുടെയാണ്? അരവിന്ദ് പനഗറിൻ്റെ ബുക്കാണ്. ഇനി അമിതാഭ് കാന്തിൻ്റെ 2024 ഇറങ്ങിയൊരു പുസ്തകമാണ് ദ എലിഫൻ്റ് മൂവ്സ് ഇന്ത്യാസ് ന്യൂ പ്ലേസ് ഇൻ ദ വേൾഡ്. ദ എലിഫൻ്റ് മൂവ്സ് ഇന്ത്യാസ് ന്യൂ പ്ലേസ് ഇൻ ദ വേൾഡ് ആരുടെയെന്ന് ചോദിച്ചാൽ അത് അമിതാഭ് കാന്തിൻ്റെ 2024 ഇറങ്ങിയ പുസ്തകവും. മെയ്ഡ് ഇൻ ഇന്ത്യ 75 ഇയേഴ്സ് ഓഫ് ബിസിനസ് ആൻഡ് എൻ്റർപ്രൈസ് ആണെങ്കിൽ അതും അമിതാഭ് കാന്തിൻ്റെ 2023 ഇറങ്ങിയ പുസ്തകമാണ്. മെയ്ഡ് ഇൻ ഇന്ത്യ 75 ഇയേഴ്സ് ഓഫ് ബിസിനസ് ആൻഡ് എൻ്റർപ്രൈസ്. ദ എലിഫൻ്റ് മൂവ്സ് ആണെങ്കിൽ അതും നമ്മുടെ അമിതാഭ് കാന്തിലെ വെരി ലേറ്റസ്റ്റ് ബുക്കാണ്. 2024 ഫെബ്രുവരിയിൽ ഇറങ്ങിയ പുസ്തകമാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന്? കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം ചോദിച്ചാൽ അത് നമ്മുടെ തൃശ്ശൂരുള്ള പീച്ചിയിലാണ് കേട്ടോ. പീച്ചിയിൽ. അങ്ങനെയാണെങ്കിൽ കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആണെങ്കിൽ കോട്ടയത്താണ് കേട്ടോ. കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ കോട്ടയം. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥിതി ചെയ്യുന്നത് വഴുതക്കാട് തിരുവനന്തപുരത്താണ്. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വകുപ്പാണെങ്കിൽ വനം വകുപ്പ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്ത് വഴുതക്കാടിലാണ്. ഇനി കേരള ഫോറസ്റ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അത് അരിപ്പയിലാണ്. തിരുവനന്തപുരത്ത് അരിപ്പയിലാണ് കേരള ഫോറസ്റ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യത്തെ ഫോറസ്റ്റ് അക്കാദമി എവിടെയെന്ന് ചോദിച്ചാൽ അത് ഈ അരിപ്പയിലാണ് കേട്ടോ. ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അത് കേരളത്തിലെ ആദ്യത്തെ ഫോറസ്റ്റ് അക്കാദമിയാണ് അരിപ്പയിൽ, നമ്മുടെ തിരുവനന്തപുരത്തുള്ള അരിപ്പയിൽ. ഇനി ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് GI ടാഗ് ലഭിച്ച കേരളത്തിലെ മരം ചോദിച്ചാലോ അത് നിലമ്പൂർ തേക്കാണ് കേട്ടോ. GI ടാഗ് ലഭിച്ച കേരളത്തിലെ മരമാണ് നിലമ്പൂർ തേക്ക്. ഇനി കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം
അതാണ് കോന്നി. ആദ്യത്തെ റിസർവ് വനം കോന്നിയാണ്. ഏറ്റവും വലിയ റിസർവ് വനമാണെങ്കിൽ അത് റാന്നിയാണ്, റാന്നി. ഇനി നിലമ്പൂർ തേക്കിൻ തോട്ടം ആരംഭിച്ചത് ആരാന്ന് ചോദിച്ചാൽ നമ്മുടെ ബ്രിട്ടീഷുകാരനായ കനോലിയാണ് നിലമ്പൂർ തേക്ക് തോട്ടം ആരംഭിച്ചത്. ഇനി ഞാൻ കുറച്ച് ഇയർ പറയാം. തിരുവിതാംകൂർ വന നിയമം വന്ന വർഷം, തിരുവിതാംകൂറിൽ വന നിയമം വന്ന വർഷം ചോദിച്ചാൽ 1887 കേട്ടോ. തിരുവിതാംകൂർ വന നിയമം 1887. ഇനി കേരള വന നിയമമാണെങ്കിൽ അത് 1961 കേരള വന നിയമം. കേരള വൃക്ഷ സംരക്ഷണ നിയമം, കേരള വൃക്ഷ സംരക്ഷണ നിയമമാണെങ്കിൽ 1986. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് രൂപീകരിച്ച വർഷം ചോദിച്ചുള്ളത് 2005. അപ്പോൾ എന്താണ് ഇത്? നമ്മുടെ തിരുവിതാംകൂർ വന നിയമം, ഇത് കേരള വന നിയമം. ഇതാണെങ്കിൽ നമ്മുടെ വൃക്ഷ സംരക്ഷണ നിയമം, കേരള വൃക്ഷ സംരക്ഷണ നിയമം. 2005 ജൈവ വൈവിധ്യ ബോർഡ് രൂപീകരിച്ചു. ഇനി നമ്മൾ ദേശീയതലത്തിലോ അതോ ആഗോളതലത്തിലാണോ ജൈവ വൈവിധ്യ ദിനമായിട്ട് വർഷമായിട്ട് ആചരിച്ചെന്നാൽ അത് 2002 കേട്ടോ. ജൈവ വൈവിധ്യ വർഷമാണെങ്കിൽ 2002. എന്നാൽ ജൈവ വൈവിധ്യ ബോർഡ് സംസ്ഥാനത്ത് രൂപീകരിച്ചത് 2005. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത്? ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി, അത് ശരിയായിട്ടുള്ള ഓപ്ഷനാണ്. ഡോക്ടർ M.S. സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്, അതും ശരിയാണ്. ഭക്ഷ്യധാന്യങ്ങളുടെ ഇറക്കുമതിയിലുള്ള ആശ്രയത്വം കുറഞ്ഞു, അത് ശരിയാണ്. ഭക്ഷ്യധാന്യങ്ങളുടെ സ്വയം പര്യാപ്തി ആയിരം, അപ്പോൾ പിന്നെ ഇറക്കുമതിയിലുള്ള ആശ്രയത്വം കുറയുകയാണ് ചെയ്തത്. ഇനി ഇന്ത്യയിൽ പ്രധാനമായും ഹരിത വിപ്ലവം ഗോതമ്പ് വിപ്ലവം എന്നറിയപ്പെടുന്നു, അതും ശരിയായിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതിലെ എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ് കേട്ടോ. 1, 2, 3, 4 സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഓക്കെ, ഹരിത വിപ്ലവത്തിനെ പറ്റിയിട്ട് വായിക്കാം. 1940 മുതൽ 1970 വരെയുള്ള കാലഘട്ടത്തിൽ സസ്യപരിപാലന രീതികളിലൂടെ വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള അരി, ഗോതമ്പ് തുടങ്ങിയവ ഭക്ഷ്യോൽപാദന മേഖലയിൽ വലിയ കുതിച്ചുചാട്ടമാണ് ഉണ്ടാക്കിയത്. ഇതിനെയാണ് നമ്മൾ ഹരിത വിപ്ലവം എന്ന് വിളിക്കുന്നത്. അപ്പോൾ കാലഘട്ടം നോക്കിക്കോ, 1940, 1970-കളിലാണ്. ഇതിൽ 1940-കളിലാണ് മെക്സിക്കോയിലാണ് ഡോക്ടർ നോർമൻ ഇ ബോർലോഗ് നേതൃത്വത്തിലുള്ള ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത്. അപ്പോൾ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് മെക്സിക്കോയിലാണ് 1940. നമ്മുടെ നോർമൻ ബോർലോഗിന് രാജ്യം അമേരിക്കയാണ് കേട്ടോ. മെക്സിക്കോയിൽ സ്റ്റാർട്ട് ചെയ്തു, പക്ഷേ നോർമൻ ബോർലോഗിന് രാജ്യം ചോദിച്ചുള്ളത് അമേരിക്കയാണ്. അത്യുൽപാദന ശേഷിയുള്ള വിത്തനങ്ങളായ സൊണോറ 64, ലെർമ റോജോ 64 എന്നിവ ബോർലോഗാണ് വികസിപ്പിച്ചത്. അപ്പോൾ സൊണോറ 64 ലെർമ റോജോ 64 വികസിപ്പിച്ചത് നമ്മുടെ നോർമൻ ബോർലോഗാണ്. ഇനി നമ്മുടെ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന M.S. സ്വാമിനാഥൻ ഇതേപോലെ ഒരു അത്യുൽപാദന ശേഷിയുള്ള സർബാന്തി സൊണോറ അത് വികസിപ്പിച്ച ചോദിച്ചു കഴിഞ്ഞാൽ അത് M.S. സ്വാമിനാഥനാണ്. പക്ഷേ സൊണോറ 64 വികസിപ്പിച്ചതും അതുപോലെ ലെർമ റോജോ 64 വികസിപ്പിച്ചതും നോർമൻ ബോർലോഗാണ്. ഇനി നമ്മുടെ ഹരിത വിപ്ലവം അല്ലെങ്കിൽ ഗ്രീൻ റെവല്യൂഷൻ എന്ന വാക്ക് കോയിൻ ചെയ്തത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഏജൻസി ഫോർ ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റ് ഡയറക്ടറായ വില്യം ഗൗഡയാണ്. അപ്പോൾ വില്യം ഗൗഡയാണെന്ന് ആലോചിക്കുക. ഗ്രീൻ റെവല്യൂഷൻ എന്ന വാക്ക് കോയിൻ ചെയ്തത് വില്യം ഗൗഡയാണ്. അദ്ദേഹം നമ്മുടെ യുണൈറ്റഡ് സ്റ്റേറ്റ് ഏജൻസി ഫോർ ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റ് USAIDൻ്റെ ഡയറക്ടറായിരുന്നു. ഇനി നോർമൻ ബോർലോഗിൻ്റെ സംഭാവനകൾ മാനിച്ച് 1970 നോർമൻ ബോർലോഗിന് സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം കിട്ടിയെന്ന് കൂടി ആലോചിക്കട്ടെ. സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം കിട്ടിയത് 1970. ഇനി M.S. സ്വാമിനാഥനെ പറ്റി പറഞ്ഞാൽ അദ്ദേഹം മരിച്ചു അല്ലേ. 2023 സെപ്റ്റംബർ 28 നമ്മുടെ സ്വാമിനാഥൻ മരിച്ചത്. PYQ ആണ് മരിച്ച ഡേറ്റ് ചോദിച്ചിരുന്നു. ഇനി M.S. സ്വാമിനാഥനാണ് ഇന്ത്യൻ നമ്മുടെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. M.S. സ്വാമിനാഥന് മാക്സസെ അവാർഡ്, പിന്നെ പത്മഭൂഷൺ, മാക്സസെ അവാർഡ്, പിന്നെ ഇപ്പോൾ ഭാരതരത്ന 2024 നമ്മുടെ ഭാരതരത്ന, പിന്നെ നമ്മുടെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഫുഡ് സേഫ്റ്റി ഓർഗനൈസേഷൻ്റെ പുരസ്കാരം, ആദ്യത്തെ പുരസ്കാരം ഫുഡ് സേഫ്റ്റി ഓർഗനൈസേഷൻ അല്ല, എന്തിൻ്റെ ആദ്യത്തെ പുരസ്കാരമായിരുന്നു? വേൾഡ് ഫുഡ് പ്രൈസിൻ്റെ ആദ്യത്തെ പുരസ്കാരം കിട്ടിയ ഇന്ത്യക്കാരനാണ് 1987. ഈ പറയുന്ന ഇയറൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. 1987 നമ്മുടെ M.S. സ്വാമിനാഥന് വേൾഡ് ഫുഡ് പ്രൈസിൻ്റെ പുരസ്കാരം കിട്ടിയത്. അങ്ങനെ പുരസ്കാരം കിട്ടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ 1887 വേൾഡ് ഫുഡ് പ്രൈസിൻ്റെ പുരസ്കാരം കിട്ടി. ഇനി മാക്സസെ പുരസ്കാരം കിട്ടിയ വർഷം ചോദിച്ചാൽ അത് 1971 മാക്സസെ പുരസ്കാരം കിട്ടിയത്. പത്മശ്രീ കിട്ടിയിട്ടുണ്ട്, 1967 പത്മശ്രീ കിട്ടി. ഇനി പത്മഭൂഷൺ കിട്ടിയത് 1972 പത്മഭൂഷൺ കിട്ടി. റോമൻ നടൻ വേൾഡ് ഫുഡ് പ്രൈസ് 1987 പറഞ്ഞു. പത്മവിഭൂഷൺ കിട്ടിയിട്ടുണ്ട് 1989 പത്മവിഭൂഷണം കിട്ടി. അതിന് 2024 എന്ത് കിട്ടി? ഭാരതരത്നയും കിട്ടി.
ഇന്ദിരാഗാന്ധി പുരസ്കാരം കിട്ടിയത് 2013 കേട്ടോ. നമ്മുടെ ആർക്കാണ്, MS സ്വാമിനാഥന് ഇന്ദിരാഗാന്ധി പുരസ്കാരം കിട്ടിയിട്ടുണ്ട് 2013. ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് പുരസ്കാരം കിട്ടിയത് 2000 ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് പുരസ്കാരം. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വേൾഡ് ഫുഡ് പ്രൈസും പഠിക്കുക, മാക്സസ് പഠിക്കുക, പിന്നെ ഈ 3 പത്മഭൂഷൺ, പത്മവിഭൂഷൺ, പത്മശ്രീ, ഈ 3 ഇയറും കൂടി പഠിച്ചു വെക്കാം കേട്ടോ. പിന്നെ ഇന്ദിരാഗാന്ധി ആണെങ്കിൽ 2013, 2000 ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് പുരസ്കാരം, ഭാരതരത്ന ആണെങ്കിൽ 2024 സമ്മാനിച്ചു. ഇനി ഹരിത വിപ്ലവം സ്റ്റാർട്ട് ചെയ്തത് മെക്സിക്കോ ആണെങ്കിലും ഹരിത വിപ്ലവത്തിൻ്റെ ഏഷ്യൻ ഭവനം ചോദിച്ചുള്ളത് ഫിലിപ്പൈൻസ് ആണ് കേട്ടോ. ഹരിത വിപ്ലവത്തിൻ്റെ ഏഷ്യൻ ഭവനമാണ് ഫിലിപ്പൈൻസ്. ഹരിത വിപ്ലവ കാലത്ത് ഇന്ത്യയിൽ ഉപയോഗിച്ച അത്യുൽപാദന ശേഷിയുള്ള ഗോതമ്പ് ഇനങ്ങളുടെ പേര് ചോദിക്കും. അത് കല്യാൺ സോനയും സൊണാലികയും കല്യാൺ സോനയാണ് ആ ടൈമിൽ നമ്മുടെ ഇവിടെ ഉപയോഗിച്ച അത്യുൽപാദന ശേഷിയുള്ള ഗോതമ്പ് ഇനങ്ങൾ. പിന്നെ ഹരിത വിപ്ലവം ആരംഭിച്ച സമയത്ത് രാഷ്ട്രപതി ചോദിച്ചാൽ അത് സക്കീർ ഹുസൈനും, അതായത് ആദ്യഘട്ടം 1965-70കളിലായിരുന്നല്ലോ ആദ്യഘട്ടം ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ആ ടൈമിൽ രാഷ്ട്രപതി സക്കീർ ഹുസൈനാണ് പറയുന്നത്. ഇനി പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു. നമ്മുടെ ആ ടൈമിൽ കർഷക മന്ത്രി ചോദിച്ചാൽ അത് C. സുബ്രഹ്മണ്യാണ് കേട്ടോ. ഗ്രീൻ റവല്യൂഷൻ ആരംഭിച്ച സമയത്ത് കർഷക മന്ത്രിയാണെങ്കിൽ അത് G. സുബ്രഹ്മണ്യാണ്. അതേപോലെ ഹരിത വിപ്ലവത്തിൻ്റെ നായകൻ എന്നറിയപ്പെടുന്ന ആളാണ് MP സിംഗ് കേട്ടോ. ഹരിത വിപ്ലവത്തിൻ്റെ നായകൻ ആരെന്ന് ചോദിച്ചാൽ അത് MP സിംഗ് ആണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാണെങ്കിൽ അത് MS സ്വാമിനാഥനും, ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാണെങ്കിൽ നോർമൻ E. ബോർലോഗുമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പോവാം. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം എന്നാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റു ആണ്. ഇനി ആസൂത്രണ കമ്മീഷൻ്റെ അവസാനത്തെ ചെയർപേഴ്സൺ ചോദിച്ചാൽ നരേന്ദ്രമോദിയാണ്. ആസൂത്രണ കമ്മീഷന് പകരമായി വന്നത് നീതി ആയോഗാണ്. ആസൂത്രണ കമ്മീഷൻ്റെ നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ്റെ അവസാനത്തെ ഡെപ്യൂട്ടി ചെയർമാൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് മൊണ്ടേഗു സിംഗ് അഹ്ലുവാലിയാണ് കേട്ടോ. ലാസ്റ്റ് ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ മൊണ്ടേഗ് സിംഗ് അഹ്ലുവാലിയും. ഇനി നീതി ആയോഗിൻ്റെ ആദ്യത്തെ CEO ചോദിച്ചാൽ അത് സിന്ധുശ്രീ കുള്ളറാണ്. നീതി ആയോഗിൻ്റെ ആദ്യത്തെ CEO സിന്ധുശ്രീ കുള്ളറും. ആദ്യത്തെ വൈസ് ചെയർപേഴ്സൺ നമ്മൾ നേരത്തെ പറഞ്ഞാണ് അരവിന്ദ് പനഗിരിയാണ്. ഇപ്പോഴത്തെ 16ാമത് ധനകാര്യ കമ്മീഷനും അരവിന്ദ് പനഗിരിയാണ്. അതുപോലെ ഇപ്പോഴത്തെ നമ്മുടെ നീതി ആയോഗിൻ്റെ CEO ആണെങ്കിൽ BVR സുബ്രഹ്മണ്യമാണ്. ഇനി ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യത്തെ ഡെപ്യൂട്ടി ചെയർമാൻ ചോദിച്ചാൽ അത് ഗുൽസർലാൽ നന്ദയാണ്. ഇനി ഒന്നുകൂടെ പറയാം. ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ജവഹർലാൽ നെഹ്റു ആണ്. ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യത്തെ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ഗുൽസർലാൽ നന്ദയാണ്. ആസൂത്രണ കമ്മീഷൻ്റെ അവസാനത്തെ ചെയർപേഴ്സൺ നരേന്ദ്രമോദിയും അവസാനത്തെ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ എന്ന് പറയുന്നത് നമ്മുടെ മൊണ്ടേഗ് സിംഗ് അഹ്ലുവാലിയാണ്. നീതി ആയോഗിൻ്റെ ആദ്യത്തെ ചെയർപേഴ്സൺ നരേന്ദ്രമോദി, നീതി ആയോഗിൻ്റെ ആദ്യത്തെ CEO എന്ന് പറയുന്നത് സിന്ധുശ്രീ കുള്ളറും. ഇനി നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ CEO BVR സുബ്രഹ്മണ്യവും ഇപ്പോഴത്തെ ചെയർമാനും നരേന്ദ്രമോദി തന്നെയാണ്. അതുപോലെ നീതി ആയോഗിൻ്റെ ആദ്യത്തെ വൈസ് ചെയർപേഴ്സണാണ് അരവിന്ദ് പനഗിരി. ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ ആണെങ്കിൽ അത് അരവിന്ദ് പനഗിരി ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ നമ്മുടെ സുമൻ ബെറിയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ പ്രഥമ സമ്മേളനം 1946 ഡിസംബർ 9 നടന്നു. ശരിയാണോ? ശരിയാണ്. ഇനി സമിതിയുടെ മുഴുവൻ അംഗങ്ങളും രാജ്യത്തിൻ്റെ വിവിധ പ്രവിശ്യകളിലെ നിയമസഭാ അംഗങ്ങൾ നേരിട്ട് തിരഞ്ഞെടുത്തവരാണ്. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം സമിതിയിലെ മുഴുവൻ അംഗങ്ങളെയും നേരിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതല്ല. നാട്ടുരാജ്യങ്ങളിൽ നിന്ന് ഉള്ള ഒരു 93 അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്തതിലൂടെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇനി സമിതിയുടെ രൂപീകരണം ക്യാബിനറ്റ് മിഷൻ പ്ലാൻ നിർദ്ദേശം പ്രകാരം അനുസരിച്ചാണ്. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് 1, 3 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. ഇന്നിവിടെ ഭരണഘടനാ നിർമ്മാണ സഭ 1946 വന്ന ക്യാബിനറ്റ് മിഷൻ പ്ലാൻ പ്രകാരം വന്നതെന്ന് പറഞ്ഞു. അത് ഫോം ചെയ്ത വർഷം 1946 ഡിസംബർ 6 1946 ഡിസംബർ 9 അതിൻ്റെ പ്രഥമ സമ്മേളനം നടന്നു. ആ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ സച്ചിദാനന്ദ സിൻഹയായിരുന്നു. ഏറ്റവും മുതിർന്ന അംഗത്തെ പിടിച്ച് ചെയർമാൻ ആക്കുകയായിരുന്നു സച്ചിദാനന്ദ സിൻഹയായിരുന്നു. അത് ഏത് സിസ്റ്റം പ്രകാരമാണ്? അതായത് ഒരു സമിതിയിലെ ഏറ്റവും മുതിർന്ന അംഗത്തിനെ അതിൻ്റെ ചെയർമാൻ ആക്കുക എന്നത് ഒരു രാജ്യത്തിൻ്റെ സിസ്റ്റം അനുസരിച്ചാണ് അവർ ഫോളോ ചെയ്തത്. അത് ഫ്രാൻസിൻ്റെ സിസ്റ്റം അനുസരിച്ചുള്ള ഒരു കാര്യമാണ്. ഒരു കൂട്ടത്തിലുള്ള ഏറ്റവും പ്രായം കൂടിയ ആളെ ചെയർമാൻ ആക്കുക എന്നത്.
ഇനി 1946 ഡിസംബർ 11 സമ്മേളിച്ച നമ്മുടെ ഭരണഘടന നിർമ്മാണ സമിതിയിലാണ് ജവഹർലാൽ നെഹ്റുവിനെ രാജേന്ദ്ര പ്രസാദിനെ അതിൻ്റെ ചെയർപേഴ്സണായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. രാജേന്ദ്ര പ്രസാദാണ് അതിൻ്റെ ചെയർപേഴ്സണായിട്ട് സ്ഥിരം ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. ഇനി 1946 ഡിസംബർ 13 നമ്മുടെ ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. നിലവിൽ വന്നത് ചോദിച്ചു കഴിഞ്ഞാൽ 1947 ജനുവരി 22 ലക്ഷ്യപ്രമേയം നിലവിൽ വരികയും ലക്ഷ്യപ്രമേയത്തിനാണ് പിന്നീട് ആമുഖമാക്കി മാറ്റുകയും ചെയ്യുന്നത്. ഇനി നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിന് മുൻപ് ടോട്ടൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ടോട്ടൽ 389 അംഗങ്ങളുണ്ടായിരുന്നു. അതിൽ നമ്മുടെ ബ്രിട്ടീഷ് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ചോദിക്കുമ്പോൾ അത് 296 പേര് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും 93 പേര് നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. അവർ നാമനിർദ്ദേശത്തിലൂടെയായിരുന്നു നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടായിരുന്നു കൊണ്ടുവന്നത്. ഇനി 296 പേരിൽ 294 ബ്രിട്ടീഷേഴ്സിൻ്റെ പ്രൊവിൻസിൽ നിന്നും ബാക്കി 292 പേര് 292 പേര് ബ്രിട്ടീഷേഴ്സിൻ്റെ പ്രവിശ്യയിൽ നിന്നും ബാക്കി 4 പേര് ഹൈ കമ്മീഷണേഴ്സ് പ്രവിശ്യയിൽ നിന്നുമാണെന്നും കൂടി ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ 292 പേര് ബ്രിട്ടീഷേഴ്സ് പ്രവിശ്യയിൽ നിന്നും ബാക്കി 4 പേര് ഹൈ കമ്മീഷണേഴ്സ് പ്രവിശ്യയിൽ നിന്നും ഉള്ളവരായിരുന്നു. ഇനി വിഭജനത്തിന് ശേഷം ടോട്ടൽ നമ്പർ 299 അതിൽ നമ്മൾ ബ്രിട്ടീഷേഴ്സിൻ്റെ പ്രവിശ്യയിൽ നിന്നും 229 പേരും നമ്മുടെ നാട്ടുരാജ്യത്തിൽ നിന്നും 70 പേരുമാണ് ആയത്. അതുപോലെ തന്നെ നമ്മുടെ മലയാളികളായിട്ടുള്ള 17 പേരുണ്ടായിരുന്നു. മലയാളികളായിട്ടുള്ളവർ 17 പേര്. വിഭജനത്തിന് ശേഷം മലയാളികൾ 17 പേരാണ്. ഇനി സ്ത്രീകൾ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ അത് 17 പേരായിരുന്നു. പക്ഷേ വിഭജനത്തിന് ശേഷം സ്ത്രീകൾ 15 ചുരുങ്ങുകയാണ് ചെയ്തത്. നമ്മുടെ കേരളത്തിൽ നിന്ന് പോയ വനിതകൾ 3 പേരാണ്. കേരളത്തിൽ നിന്ന് 3 വനിതകളാണ് പോയത്. ടോട്ടൽ 17 പേരിൽ. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയിൽ സൈൻ ചെയ്ത ആളുടെയും കൂടെ ഒരു ടോട്ടൽ നമ്പർ പഠിച്ചു വെക്കണം. അത് 284 പേരാണ് കേട്ടോ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ സൈൻ ചെയ്ത ആൾക്കാരുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ 284 പേരാണ് സൈൻ ചെയ്തത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. കേരളത്തിലെ ഭരണകൂട അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കുന്നതിനും പരിഹരിക്കുന്നതിനുമായി നിലവിൽ വന്ന കമ്മീഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതാണ് നമ്മുടെ കേരള സംസ്ഥാന ലോകായുക്ത കേട്ടോ. അഴിമതി അന്വേഷിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് കേരള സംസ്ഥാന ലോകായുക്ത. നമ്മുടെ ഇപ്പോഴത്തെ കേരള സംസ്ഥാന ലോകായുക്ത ആരാണ്? ഇപ്പം കറൻ്റ്ലി മാറിയിട്ടുണ്ട്. കേരള സംസ്ഥാന ലോകായുക്ത എന്ന് പറയുന്നത് ഒരു അനിലാണ് കേട്ടോ. അനിൽ കറക്റ്റ് നോക്കട്ടെ. ഓക്കെ, നമ്മുടെ കേരള സംസ്ഥാനത്ത് ഇപ്പം ലോകായുക്ത എന്ന് പറഞ്ഞത് ജി അനിൽകുമാറാണ് കേട്ടോ. നമ്മുടെ സിറിയക് ജോസഫ് വിരമിച്ചതിനെ തുടർന്ന് ജി അനിൽകുമാർ ആയിട്ടുണ്ട്. ഇനി കേരള സംസ്ഥാന ലോകായുക്ത നിയമം ഏത് വർഷം എന്ന് ചോദിച്ചാൽ 1999 നിയമം വന്നത്. അതനുസരിച്ച് കേരളത്തിൽ ലോകായുക്ത നിലവിൽ വന്നത് 1998 നവംബർ 15 കേരളത്തിൽ ലോകായുക്ത നിലവിൽ വന്നു. ഇനി നമ്മുടെ കേരളത്തിൽ ലോകായുക്ത ഭേദഗതി ചെയ്ത വർഷം ചോദിച്ചാൽ അത് 2022 ഭേദഗതി ചെയ്തത്. കേരള സംസ്ഥാന ലോകായുക്ത ബില്ല് 2022 അമെൻഡ് ചെയ്തു. ഈ 2022 അമെൻഡ് ചെയ്തത് ഏതൊക്കെ സെക്ഷനുകളാണെന്ന് ചോദിച്ചാൽ 3, 5, 14 സെക്ഷനുകളാണ് അമെൻഡ് ചെയ്തത്. അതിൽ ഈ ഓരോ സെക്ഷനിലും എന്തൊക്കെ പറയുന്നുണ്ടെന്ന് കൃത്യമായിട്ടുണ്ട്. അത് ഞാൻ പറ്റുവാണെങ്കിൽ ഒരു പ്രത്യേക വീഡിയോ ആയിട്ട് ചെയ്യാൻ നോക്കാം കേട്ടോ. കേരള സംസ്ഥാന ലോകായുക്ത അമെൻമെൻറ്റ് ബില്ല് ഒരു പ്രത്യേക വീഡിയോ ചെയ്യാൻ നോക്കാം ഞാൻ. അങ്ങനെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇന്ത്യൻ ഭരണഘടന ഒരു കുറ്റാരോപിതന് നൽകാവുന്ന അവകാശങ്ങൾ ഏതൊക്കെയെന്ന് കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു വ്യക്തിയെയും ഒരേ കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടുള്ളതല്ല. ഒരു നിയമം നിലവിൽ വരുന്നതിന് മുമ്പുള്ള നടപടിയെ കുറ്റകൃത്യമായി പ്രഖ്യാപിക്കാൻ പാടില്ല. ഒരു വ്യക്തിയെയും തനിക്കെതിരെ തെളിവുകൾ നൽകാൻ നിർബന്ധിക്കാൻ പാടില്ല. ഇതിൽ എല്ലാ ഓപ്ഷനും ശരിയാണ് കേട്ടോ. ഈ 3 ഒരു കുറ്റാരോപിതന് നൽകുന്ന അവകാശങ്ങൾ തന്നെയാണ്. അപ്പോൾ ഒരു കുറ്റാരോപിതന് നൽകുന്ന അവകാശങ്ങളെ സംബന്ധിക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് 20 കേട്ടോ. ആർട്ടിക്കിൾ 20 ഒരു കുറ്റാരോപിതന് കൊടുക്കുന്ന അവകാശങ്ങളെ പറ്റി പറയുന്നത്. ഇനി ഒരു വ്യക്തിയെയും ഒരേ കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 20 ഇനി ഒരു നിയമം നിലവിൽ വരുന്നതിന് മുമ്പ് ആർട്ടിക്കിൾ 20 2 ഒരു വ്യക്തിയെയും ഒരേ കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടുള്ളതല്ല എന്ന് പറയുന്ന ആർട്ടിക്കിൾ 20 ഒരു നിയമം നിലവിൽ വരുന്നതിന് മുമ്പുള്ള നടപടിയെ കുറ്റകൃത്യമായി പ്രഖ്യാപിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 20 ഒരു വ്യക്തിയെയും തനിക്കെതിരെ തെളിവുകൾ നൽകാൻ നിർബന്ധിക്കാൻ പാടില്ലെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 20 കേട്ടോ. ഓക്കെ,
ഇനിയും ഈ ആർട്ടിക്കിൾ 20 ഏത് ഭാഗത്ത് വരുന്നതെന്ന് ചോദിച്ചാൽ അത് പാർട്ട് 3 വരുന്നതാണ് കേട്ടോ. പാർട്ട് 3 നമ്മുടെ മൗലിക അവകാശങ്ങളുമായി സംബന്ധിച്ച് പാർട്ട് 3 വരുന്നതാണ്. അതിൽ 14 മുതൽ 18 വരെ സമത്വത്തിനുള്ള അവകാശവും 19 മുതൽ 22 വരെ അല്ലേ 19 മുതൽ 22 വരെയാണെങ്കിൽ മൗലിക സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ അതിൽ മൗലിക സ്വാതന്ത്ര്യത്തിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഈ ആർട്ടിക്കിൾ 20 എന്നുള്ളത്. അടുത്ത കേരള സർക്കാരിൻ്റെ നവകേരളം കർമ്മ പദ്ധതിയിൽ പെടാത്ത പദ്ധതി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നവകേരള കർമ്മ പദ്ധതിയിൽ പെടാത്തത് നവകേരള സദസ്സാണ് കേട്ടോ. ആർദ്ര മിഷൻ ആണെങ്കിലും ലൈഫ് മിഷൻ ആണെങ്കിലും ഹരിത കേരള മിഷൻ ആണെങ്കിലും പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ട്, 4 എണ്ണമാണ് നമ്മുടെ ഈ നവകേരള കർമ്മ പദ്ധതിയിൽ 4 എണ്ണമാണ് വരുന്നത്. ലൈഫ് മിഷൻ, ആർദ്ര മിഷൻ, ഹരിത കേരള മിഷൻ, പിന്നെ പൊതുവിദ്യാഭ്യാസ യജ്ഞവും വരുന്നുണ്ട്. പക്ഷെ നവകേരള സദസ്സ് ഇതിൽ ഉൾപ്പെടുന്നില്ല. ഈ നവകേരളത്തിന് അണ്ടറിൽ വരുന്ന ആർദ്രം മിഷൻ എന്താണെന്ന് വെച്ചാൽ സംസ്ഥാന സർക്കാർ ആരംഭിച്ച ആർദ്രം എന്ന ദൗത്യം ആരോഗ്യരംഗത്ത് സമഗ്രമായ സേവനങ്ങൾ എത്തിക്കാൻ വേണ്ടി വിഭാവനം ചെയ്യുന്നതാണ്. ഇനി വിദ്യാകിരണമാണ് പൊതുവിദ്യാഭ്യാസ യജ്ഞവുമായിട്ട് ബന്ധപ്പെട്ടത് വിദ്യാകിരണമാണ്. വിദ്യാകിരണ സംരംഭത്തിലൂടെ ജനകീയ വിദ്യാഭ്യാസ സമ്പ്രദായം കെട്ടിപ്പടുക്കാനും പൊതുവിദ്യാലയങ്ങളെ മാറ്റുന്നതിനുമാണ് സംസ്ഥാന സർക്കാർ ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ലൈഫ് മിഷൻ ആണെങ്കിൽ ജീവിതം NKPയുടെ ഉപസ്ഥാപനമായ ലൈഫ് മിഷൻ അർഹരായവർക്ക് ഭവന നിർമ്മാണവും അവരെ സജ്ജരാക്കുന്നതും പോലെയുള്ള അടിസ്ഥാന ആവശ്യങ്ങളോടെയാണ് വിഭാവനം ചെയ്യുന്നത്. അതായത് ലൈഫ് മിഷനിലൂടെ അത് അർഹതപ്പെട്ടവർക്ക് ഭവന നിർമ്മാണം അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ലൈഫ് മിഷൻ. ഇനി ഹരിത കേരളമാണെങ്കിൽ NKP അതായത് നമ്മുടെ NKP നവകേരള കർമ്മ പദ്ധതിയാണ് NKP ഉദ്ദേശിക്കുന്നത്. ഈ NKPൻ്റെ കീഴിൽ ഒരു സബ് മിഷനായ ഹരിത കേരള മിഷൻ പരിസ്ഥിതി സൗഹൃദ വികസന സംരംഭങ്ങളോടെ പ്രാഥമിക മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് നവകേരള കർമ്മ പദ്ധതി 2 ആണ് കേട്ടോ. അപ്പം ഓൾറെഡി അവർ നവകേരളത്തിന് അണ്ടറിലുള്ള 4 വികസന ദൗത്യങ്ങൾ, അതായത് നമ്മുടെ വിദ്യാകിരണം ഉൾപ്പെടെയുള്ള ഈ CBDയും നമ്മുടെ വിദ്യാകിരണം ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ 4 വികസന ദൗത്യങ്ങളും റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവും കൂടെ ഉൾപ്പെടുത്തി ഒരു കുടക്കീഴിൽ ഉൾക്കൊള്ളുന്ന പദ്ധതിയാണ് നവകേരള കർമ്മ പദ്ധതി 2 ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ഫലപ്രദമായ ഏകോപനം, സംയോജനം, മൂല്യനിർണ്ണയ രീതികൾ എന്നിവ ഉപയോഗിച്ച് നിർവഹിച്ച ലക്ഷ്യങ്ങൾ നടപ്പിലാക്കുന്നതിനായിട്ട് NKP 2 രൂപപ്പെടുത്തുന്നത് സംബന്ധിച്ച് കേരള സർക്കാർ 2021 തീയതിയിൽ ഉത്തരവ് പുറപ്പെടുവിച്ചു. അത് നോക്കണ്ട, ഇതിന് അണ്ടറിൽ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ മതി. ഇതിൽ ആർദ്ര മിഷനെ കുറിച്ച് നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് നോക്കാം. കാരണം അത് PYQയിൽ കുറേ വട്ടം ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ആർദ്ര മിഷൻ. നമ്മുടെ ഐക്യരാഷ്ട്ര സഭയുടെ 2030 സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ പൊതുജന ആരോഗ്യ മേഖലയെ പൂർണ്ണമായി പരിവർത്തനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് ആരംഭിച്ചത്. ആർദ്ര മിഷൻ്റെ പ്രാഥമിക ശ്രദ്ധ SDG അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ 3ൽ നല്ല ആരോഗ്യവും ക്ഷേമവുമാണ്. അതായത് നമ്മുടെ UN കുറേ 17 എന്തോ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് ഉണ്ട്. അതിൽ 3ാമത്തതിൽ വരുന്നതാണ് ഈ നല്ല ആരോഗ്യവും ക്ഷേമവും. അപ്പോൾ അതിൻ്റെ ഇതായിട്ട് നമ്മുടെ UN 2030 ആ ഒരു ലക്ഷ്യം കൈവരിക്കുക എന്ന ഇതിലാണ് നമ്മുടെ കേരളത്തിൽ ആർദ്ര മിഷൻ രൂപീകരിച്ചത്. കേരളത്തിൻ്റെ ആരോഗ്യസ്ഥിതി രാജ്യത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. സംസ്ഥാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ SDGകൾ പുനർനിർവഹിക്കേണ്ടത് ആവശ്യമാണ്. അതിൻ്റെ ഭാഗമായി 2017 ഫെബ്രുവരിയിൽ മിഷൻ ആർദ്രം ആരംഭിച്ചു. അപ്പോൾ ആർദ്രം മിഷൻ വന്ന വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. 2017 ഫെബ്രുവരിയിലാണ് മിഷൻ ആർദ്രം ആരംഭിച്ചത്. കേരള ഹ്രസ്വകാല ലക്ഷ്യങ്ങൾ വെച്ചിട്ടുണ്ട്. SDGയുടെ ഭാഗമായി 2020 നേടിയെടുക്കുകയും 2030 കൈവരിക്കേണ്ട ദീർഘകാല ലക്ഷ്യങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അണ്ടറിൽ വരുന്ന കുറച്ച് ലക്ഷ്യങ്ങളാണ്: ജനസൗഹൃദ ഔട്ട് പേഷ്യൻ്റ് സേവനങ്ങൾ, PHCകളെ അതായത് നമ്മുടെ പ്രൈമറി ഹോസ്പിറ്റൽ സെക്ടറിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, അതാണ് PHCകളെ FHCകളായി എഞ്ചിനീയറിംഗ് ചെയ്യുക. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ എന്താ പറയുക, ഫാമിലി ഫ്രണ്ട്ലി ആയിട്ട് മാറ്റുക, കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാതെ നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റുക, അതൊരു ലക്ഷ്യമാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ ദുർബലരായ ജനങ്ങൾക്ക് സമഗ്രമായ ആരോഗ്യ സേവനങ്ങളിലേക്ക് പ്രവേശനം കൊടുക്കുക. പ്രൈമറി കെയർ സെറ്റിംഗ്സ് മുതൽ തൃതീയ ക്രമീകരണങ്ങൾ വരെയുള്ള സേവനങ്ങളുടെ സ്റ്റാൻഡർഡൈസേഷൻ
എന്താണ് പ്രൈമറി കെയർ സെറ്റിംഗ്സ് മുതൽ തൃതീയ ക്രമീകരണങ്ങൾ വരെയുള്ള സ്റ്റാൻഡർഡൈസേഷനും ഇതിൻ്റെ അണ്ടറിൽ വരും. അടിസ്ഥാന സൗകര്യവും ഭരണപരവുമായ മാറ്റങ്ങളുടെ ഘട്ടം ഘട്ടമായുള്ള മിഷൻ ആർദ്രത്തിൻ്റെ PHC മുതൽ FHC, PHC നമ്മൾ പറഞ്ഞു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, FHC ആണെങ്കിൽ കുടുംബാരോഗ്യ കേന്ദ്രം വരെയുള്ള പരിവർത്തന വശമാണ് പ്രധാന ശ്രദ്ധ. കേരളത്തിൽ ലാഭാധിഷ്ഠിത സ്വകാര്യ ആരോഗ്യ മേഖലകളുടെ ശക്തമായ ആവിർഭാവത്തോടെ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കിടയിലും വർദ്ധിച്ചു വരുന്ന ജനപ്രീതി ആർജിച്ചതായി തോന്നിയതോടെ പൊതുജന ആരോഗ്യ സംവിധാനത്തിലുള്ള ഈ പശ്ചാത്തലത്തിൽ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു തുടങ്ങിയെന്ന്. ഓക്കെ, ഇത് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതിൻ്റെ ലക്ഷ്യങ്ങൾ പഠിക്കുക, അതിൻ്റെ ഇയർ 2017 വന്നു എന്നും പഠിക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. ഇത് ഞാൻ എടുത്തത് നമ്മുടെ നവകേരള മിഷൻ എന്ന് ഗൂഗിളിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മെയിൻ സൈറ്റിൽ പോകും. മെയിൻ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ അണ്ടറിൽ എന്താ വരുന്നതെന്നൊക്കെ ഉണ്ടാവും. ജസ്റ്റ് വായിച്ചു പോകാം കേട്ടോ. അതൊക്കെ PYQ ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ പ്രകാരമുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ വായിച്ച് ഉത്തരമെഴുതുക. ഓരോ നിയോജക മണ്ഡലങ്ങളും ഭൂമിശാസ്ത്രപരമായി ഒരു വലിയ ഭൂപ്രദേശമായിരിക്കും. അത് ശരിയാണ് കേട്ടോ. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും ഒന്നിലധികം പ്രതിനിധികളെ തിരഞ്ഞെടുക്കാം. ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. വോട്ടർമാർ സ്ഥാനാർത്ഥിക്ക് നേരിട്ട് വോട്ട് നൽകുവാൻ സാധിക്കുന്നു. ആ സ്റ്റേറ്റ്മെൻറ്റാണ് ഇതിൽ തെറ്റായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ സ്റ്റേറ്റ്മെൻറ്റ് 1ഉം 2ഉമാണ് ശരി കേട്ടോ. സ്റ്റേറ്റ്മെൻറ്റ് അതായത് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ എന്ത് വരണം? പ്രസ്താവന 3ആണ് ഇതിൽ തെറ്റിട്ടുള്ളത്. പ്രസ്താവന 3. ഓക്കെ, ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിൻ്റെ വേറൊരു പേരാണ് ഹെയർ വ്യവസ്ഥ. അതല്ലെങ്കിൽ ഇതിൻ്റെ വേറൊരു പേരാണ് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് സിസ്റ്റം, ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ വേറെ പേരുകളൊക്കെ പഠിച്ചു വെക്കുക. ആനുപാതിക പ്രാതിനിധ്യ വോട്ട് വ്യവസ്ഥയിലൂടെയാണ് നമ്മുടെ ഇന്ത്യയിലെ രാജ്യസഭയിലേക്കുള്ള വോട്ടെടുപ്പ്, പ്രസിഡന്റിൻ്റെ വോട്ടെടുപ്പ്, വൈസ് പ്രസിഡന്റിൻ്റെ വോട്ടെടുപ്പ്, ഇവരുടെയൊക്കെ വോട്ടെടുപ്പ് നടക്കുന്നത് ആനുപാതിക പ്രാതിനിധ്യ വോട്ട് അല്ലെങ്കിൽ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് സിസ്റ്റത്തിലൂടെയാണ്. ഇതെന്ന് പറയുന്നത് ഒരു വലിയൊരു ഭൂപ്രദേശത്തെ ഒരൊറ്റ നിയോജക മണ്ഡലങ്ങളായിട്ട് ഇത് കരുതുന്നു, അല്ലെങ്കിൽ ഇതിന് കരുതാൻ പറ്റും. അല്ലെങ്കിൽ ഇത് അങ്ങനെയാണ്. ഒരു വലിയൊരു ഭൂപ്രദേശത്തെ ഒരൊറ്റ നിയോജക മണ്ഡലമായിട്ട് നിജപ്പെടുത്തുന്നു. ആ നിയോജക മണ്ഡലത്തിൽ നിന്ന് ഒന്നോ അതിലധികമോ സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അവർക്ക് അവിടെ മത്സരിക്കാൻ പറ്റും. ഇനി വോട്ടർമാർ ഒരിക്കലും ഒരു സ്ഥാനാർത്ഥിക്കല്ല, വോട്ടർമാർ പാർട്ടിക്കായിരിക്കും വോട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ വോട്ടർമാരുടെ സീറ്റുകൾക്ക് അവർക്ക് കിട്ടിയ വോട്ടുകളുടെ ആനുപാതികമായിട്ടായിരിക്കും അവർക്ക് സീറ്റ് കിട്ടുന്നത്. വോട്ടുകളുടെ ആനുപാതികമായിട്ട് സീറ്റ് കിട്ടുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ എന്ന് വിളിക്കുന്നു. ഈ തോമസ് ഹാരയുടെ പേര് നമ്മുടെ ഹാരെ സിസ്റ്റം എന്ന് പറയാൻ കാരണം തോമസ് ഹാരൻ്റെ ബുക്കായ ദ മെഷീനറി ഓഫ് റെപ്രസെൻറ്റേഷൻ എന്ന പുസ്തകത്തിലാണ് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയെ പറ്റി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതിനെ ഹെയർ വ്യവസ്ഥ എന്ന് പറയാനുള്ള കാരണം. ഇനി വോട്ടർമാർ പാർട്ടിക്കാണ് വോട്ട് നൽകുന്നതെന്ന് പറഞ്ഞു. ഓരോ പാർട്ടിക്കും അവർക്ക് ലഭിച്ച വോട്ടിന് ആനുപാതികമായിട്ടായിരിക്കും അവർക്ക് സീറ്റ് കിട്ടുന്നത്. വിജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷം വോട്ട് ലഭിക്കുന്നു. വിജയിക്കുന്ന സ്ഥാനാർത്ഥികൾക്കായിരിക്കും അതിലെന്ത് ഭൂരിപക്ഷം വോട്ട് ലഭിക്കുന്നത്. ഇതാണ് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ. ഇനി വേറൊരു ക്വസ്റ്റ്യൻ ഈ ഒരു ഭാഗത്തുനിന്ന് ചോദിക്കാവുന്നത് നമ്മുടെ FPTP ഏതാണെന്ന് ചോദിക്കും. FPTP ഒന്നെങ്കിൽ ഫുൾ ഫോം ചോദിക്കാം, അല്ലെങ്കിൽ ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയാണോ അതോ കേവല ഭൂരിപക്ഷ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടാന്ന് ചോദിക്കാം. ഈ FPTP എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സിസ്റ്റം എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സിസ്റ്റം. അപ്പോൾ ഇത് കേവല ഭൂരിപക്ഷവുമായി ബന്ധപ്പെട്ടതാണ്. കേവല ഭൂരിപക്ഷവുമായി ബന്ധപ്പെട്ട ഒരു ടേമാണ് ഈ ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സിസ്റ്റം. ഇതിനെ നിയോജക മണ്ഡലങ്ങൾ അല്ലെങ്കിൽ ജില്ലകൾ എന്ന് വിളിക്കുന്ന ഒരു ചെറിയൊരു ഭൂപ്രദേശ യൂണിറ്റുകളായിട്ട് രാജ്യത്തെ വിഭജിക്കുന്നു. അപ്പം നമ്മുടെ രാജ്യത്തിന് വിവിധ നിയോജക മണ്ഡലങ്ങളായിട്ട് വിഭജിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ നിയോജക മണ്ഡലത്തിൽ നിന്നും ഓരോ പ്രതിനിധികളെ ആയിരിക്കും തിരഞ്ഞെടുക്കപ്പെടുന്നത്. അതുപോലെ വോട്ടർമാർ എന്ത് ചെയ്യുന്നു? സ്ഥാനാർത്ഥികളായിരിക്കും വോട്ട് കൊടുക്കുന്നത്. സ്ഥാനാർത്ഥികൾക്ക് വോട്ട് കൊടുക്കുന്നു. ഒരു പാർട്ടിക്ക് കിട്ടിയ വോട്ടിൻ്റെ ശതമാനത്തേക്കാൾ കൂടുതൽ സീറ്റ് അവർക്ക് എന്ത് കിട്ടാം? നിയമനിർമ്മാണ സഭയിൽ കിട്ടാൻ പറ്റും. മറ്റിടത്താണെങ്കിൽ അവർക്ക് കിട്ടുന്ന വോട്ടുകളുടെ ആനുപാതികമായിട്ട് സീറ്റ് കിട്ടി. ഇവിടെ അവർക്ക് കിട്ടിയ വോട്ടിനെക്കാട്ടിലും കൂടുതൽ സീറ്റുകൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. വോട്ട് ശതമാനത്തെക്കാട്ടിൽ സീറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ വിജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷം വോട്ട് ലഭിക്കണമെന്നില്ല. ഭൂരിപക്ഷം വോട്ട് നമ്മുടെ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിൽ വിജയിക്കുന്ന ആൾക്ക് ഭൂരിപക്ഷം വോട്ട് കിട്ടണം. എന്നാൽ കേവല ഭൂരിപക്ഷത്തിൽ അങ്ങനെ വിജയിക്കുന്ന ആൾക്ക് എന്ത് കിട്ടണമെന്നില്ല, ഭൂരിപക്ഷം വോട്ട് കിട്ടണമെന്നില്ല. ആർക്കാണോ കൂടുതൽ വോട്ട് അവർ ജയിക്കും. അങ്ങനെ ഒരു സിസ്റ്റമാണ് നമ്മുടെ FPPT അല്ലെങ്കിൽ നമ്മുടെ കേവല ഭൂരിപക്ഷ വ്യവസ്ഥ. കേവല ഭൂരിപക്ഷ വ്യവസ്ഥയിലൂടെയാണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ, ചീഫ് മിനിസ്റ്റർ, ലോകസഭ ഇവിടെയെല്ലാം ഇലക്ഷൻ നടക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അത് കേവല ഭൂരിപക്ഷ വ്യവസ്ഥയിലൂടെയാണ്. ഓക്കെ, നമുക്കപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം.
ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെയുള്ള പാതയ്ക്ക് അടുത്തിടെ നൽകിയ പേരെന്ത്? ഇത് കറണ്ട് അഫെയറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് കർത്തവ്യപഥാണ് കേട്ടോ. അതിന് പേര് കൊടുത്തിരിക്കുന്നത് എന്താണ്? കർത്തവ്യപഥാണ്. നമ്മുടെ ഈ വട്ടത്തെ റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ മുഖ്യ അതിഥിയായിട്ട് വന്നതാരായിരുന്നു? ഫ്രാൻസിൻ്റെ പ്രസിഡൻ്റായ ഇമാനുവൽ മാക്രോൺ ആണ് വന്നത്. ജോ ബൈഡനെ ആയിരുന്നു അവർ ആദ്യം തിരഞ്ഞെടുക്കപ്പെട്ടത്. പക്ഷേ ജോ ബൈഡൻ വരാത്ത പക്ഷം നമ്മുടെ ഫ്രാൻസിൻ്റെ പ്രസിഡൻ്റായ ഇമാനുവൽ മാക്രോണാണ് ക്ഷണിച്ചത്. ഇതേ സംഭവം നമ്മുടെ ഫ്രാൻസിൻ്റെ ദേശീയ ദിനമായ ജൂലൈ 14 നമ്മുടെ നരേന്ദ്രമോദി ആയിരുന്നു അവിടുത്തെ അതിഥിയായിട്ട് ചെന്നിരുന്നത്. അതോടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ചിരിക്കുക കേട്ടോ. ഇനി ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അധികാരങ്ങളുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകൾ വായിച്ച് ഉത്തരം എഴുതുക. ഓക്കെ, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അധികാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതിൽ മന്ത്രിസഭയുടെ വലിപ്പവും മന്ത്രിമാരുടെ വകുപ്പുകളും വിഭജിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് കേട്ടോ. വകുപ്പുകൾ വിഭജിച്ച് കൊടുക്കുന്നത്, മന്ത്രിമാർക്ക് വകുപ്പുകൾ വിഭജിച്ച് കൊടുക്കുന്നതും എത്ര മന്ത്രിമാർ വേണം എന്നൊക്കെ നിജപ്പെടുത്തുന്നത് പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രിയുടെ രാജിയോ മരണമോ സംഭവിച്ചാൽ മന്ത്രിസഭ പിരിച്ചുവിട്ടതായി കണക്കാക്കപ്പെടുന്നു. അതെ, പ്രധാനമന്ത്രി രാജിവെച്ചാലും പ്രധാനമന്ത്രി മരിച്ചാലും മന്ത്രിസഭ താഴെ വരും. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഭൂരിപക്ഷ പിന്തുണയുള്ള ഒരു ലോക്സഭാ അംഗത്തിന് മാത്രമേ പ്രധാനമന്ത്രിയെ അധികാരത്തിൽ തുടരാൻ സാധിക്കൂ. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ് വരുന്നത്? പ്രസ്താവന 3 തെറ്റാണ്. കാരണം എന്താ? ഭൂരിപക്ഷ പിന്തുണയുള്ള ഒരു ലോക്സഭാ അംഗത്തിന് മാത്രമേ പ്രധാനമന്ത്രിയെ അധികാരത്തിൽ തുടരാൻ കഴിയൂ എന്നത് തെറ്റാണ്. കാരണം ഇതിൽ ലോകസഭാ അംഗമെന്ന് അവർ എടുത്തു പറഞ്ഞിട്ടുണ്ടല്ലോ. ലോകസഭാ അംഗമാവണമെന്നില്ല, പ്രധാനമന്ത്രി രാജ്യസഭയിൽ നിന്നുള്ള ആളാണെങ്കിലും മതിയാവാം കേട്ടോ. അപ്പോൾ ലോകസഭയിൽ തന്നെ അംഗമാവണമെന്നില്ല പ്രധാനമന്ത്രി ആകാൻ. ഇനി 2 സഭയിലെ അംഗം അല്ലെങ്കിലും പ്രധാനമന്ത്രി ആകാൻ പറ്റും. പക്ഷേ 6 മാസത്തിനുള്ളിൽ വിശ്വാസ വോട്ട് നേടി ഏതെങ്കിലും ഒരു ലോകസഭയിൽ ജയിച്ചാൽ മതി. എന്നാൽ മാത്രം തുടരാൻ പറ്റുള്ളൂ 6 മാസം കഴിഞ്ഞിട്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു സഭയിൽ ഭൂരിപക്ഷ പിന്തുണയുള്ള ഒരാൾ മതി പ്രധാനമന്ത്രിയാകാൻ. പിന്നെ നമ്മുടെ ലോകസഭയിൽ പ്രധാനമന്ത്രി ലോകസഭ അംഗമാണെങ്കിൽ ലോകസഭയുടെ നേതാവെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ആയിരിക്കും. അതല്ല, ഇപ്പോൾ രാജ്യസഭയിലാണ് പ്രധാനമന്ത്രി എങ്കിൽ നമ്മുടെ ലോകസഭയിലെ നേതാവിനെ പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരാളായിരിക്കും ലോകസഭയിലെ നേതാവായിട്ട് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമുക്ക് ഒറ്റ നടത്തിൽ കാണുമ്പോൾ ശരിയാന്ന് തോന്നും, പക്ഷേ അല്ല. പ്രധാനമന്ത്രി 2 സഭയിലെ ഏതെങ്കിലും സഭയിൽ മെമ്പറായാൽ മതി പ്രധാനമന്ത്രി. ഇനി മെമ്പർ അല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ 6 മാസത്തിനകം വിശ്വാസ വോട്ട് ലഭിച്ചാൽ മതി. പിന്നെ ഒരു പോയിന്റ് കൂടെ ശ്രദ്ധിക്കണം. ലോകസഭയിലെ ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെ പാർലമെന്ററി നേതാവിനെയാണ് പ്രധാനമന്ത്രിയായിട്ട് പ്രസിഡന്റ് നിയമിക്കുന്നത്. പ്രസിഡന്റാണ് പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത്. അതേപോലെ പ്രധാനമന്ത്രി ഏതെങ്കിലും ഹൗസിലെ ഒരു മെമ്പറായാൽ മതി. പക്ഷേ ലോകസഭയിലെ ഭൂരിപക്ഷമുള്ള പാർട്ടി ഏതാണോ ആ പാർട്ടീൻ്റെ ഒരു പാർലമെന്ററി നേതാവിനെ കണ്ട ആ ഒരു പോയിന്റ് എടുത്ത് എഴുതിയേക്കുന്നത് നോക്കണം. ലോകസഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെ പാർലമെന്ററി നേതാവിനെയാണ് പ്രധാനമന്ത്രിയായിട്ട് നിയമിക്കുന്നത്. പാർലമെന്ററി എന്ന് പറയുമ്പോൾ 2 സഭയിലെ ഏതെങ്കിലും ഒരു സഭയിലെ മെമ്പറായാൽ മതി. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ് ഇത് കേട്ടോ. ഇനി ആർക്കും ഭൂരിപക്ഷം ലോകസഭയിൽ ഇല്ലാതെ, ഒരു പാർട്ടിക്കും ഭൂരിപക്ഷം ലോക്സഭയിൽ ഇല്ല എങ്കിൽ പ്രസിഡന്റിന് തൻ്റെ വിവേചന അധികാരം ഉപയോഗിച്ച് പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ കഴിയുന്നതായിരിക്കും. പ്രധാനമന്ത്രിയെ തീരുമാനിക്കാൻ കഴിയുന്നതാണ്. പ്രസ്തുത പ്രധാനമന്ത്രി പിന്നീട് ലോക്സഭയിൽ വിശ്വാസ വോട്ട് നേടിയിരിക്കണം എന്നൊരു കണ്ടീഷനും കൂടെ ഉണ്ട്. അപ്പോൾ ഒരു പാർട്ടിക്കും നമ്മുടെ ഇങ്ങനൊരു ഭൂരിപക്ഷം ഇല്ലെങ്കിൽ പ്രസിഡന്റിന് തൻ്റെ വിവേചന അധികാരം ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ അങ്ങനെ ഒരാളെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ തന്നെ അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ടുള്ള അദ്ദേഹം നമ്മുടെ പാർലമെൻറ്റ് വിശ്വാസ വോട്ട് നേടിയിരിക്കണം. പാർലമെൻറ്റിലെ ലോകസഭയുടെ കേട്ടോ, ലോകസഭയുടെ വിശ്വാസ വോട്ട് നേടി വിജയിച്ചിരിക്കണം എന്നും കൂടി ഒരു പോയിന്റ് ഉണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇനി പ്രധാനമന്ത്രിയുടെ നിയമനത്തെ സംബന്ധിക്കുന്ന ആർട്ടിക്കിൾ കൂടി ഒന്ന് നോക്കിക്കോ. പ്രധാനമന്ത്രിയുടെ നിയമനത്തെ സംബന്ധിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 75. പിന്നെ നിയമിക്കുന്ന ആരാണ് നമ്മൾ പറഞ്ഞത്? നിയമിക്കുന്ന പ്രസിഡന്റാണ്. ആർട്ടിക്കിൾ ആണെങ്കിൽ 75 ആണ്. ഇനി നമ്മൾ ഈ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിനെ സാധൂകരിക്കാൻ കുറച്ച് എക്സാമ്പിൾസ് പറയാം. 1966 ഇന്ദിരാഗാന്ധിയും 1996 ദേവഗൗഡയും 2004 മൻമോഹൻ സിംഗും രാജ്യസഭയിലൂടെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പദവിയിലെത്തിയത്. അപ്പോൾ അതിന് എക്സാമ്പിൾസ് ആണ്, ചരിത്രമുണ്ട്. 1966 നമ്മൾ ഇന്ദിരാഗാന്ധി ആണെങ്കിലും 96 ദേവഗൗഡ ആണെങ്കിലും നമ്മുടെ 2004 മൻമോഹൻ സിംഗ് ആണെങ്കിലും എവിടെ നിന്ന് വന്നവരാണ്? രാജ്യസഭയിലാണ്. അപ്പോൾ നമുക്കൊരു CA ഉണ്ടല്ലോ, നമ്മുടെ രാജ്യസഭയിൽ നിന്ന് ആര് പടിയിറങ്ങി? മൻമോഹൻ സിംഗ് രാജ്യസഭയിൽ നിന്നും പടിയിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ മൻമോഹൻ സിംഗിൻ്റെ മണ്ഡലം ചോദിച്ചാൽ അത് രാജസ്ഥാനാണ് കേട്ടോ. മൻമോഹൻ സിംഗിൻ്റെ മണ്ഡലം രാജസ്ഥാനാണ്. നമ്മുടെ രാജ്യസഭയിലെ മെമ്പറായിരുന്നു. ഇപ്പം നീണ്ട 33 വർഷമാണെന്ന് തോന്നുന്നു, അതൊന്ന് ചെക്ക് ചെയ്യണം. എത്രയോ വർഷത്തെ സേവനത്തിന് ശേഷം നമ്മുടെ മൻമോഹൻ സിംഗ് രാജ്യസഭയിൽ നിന്ന് പടിയിറങ്ങിയിട്ടുണ്ട്.
ഇനി നമ്മുടെ പ്രധാനമന്ത്രിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ നമ്മൾ ഇടയ്ക്ക് കണ്ടു അല്ലേ, നമ്മുടെ നരേന്ദ്രമോദിക്ക് ആരാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്? പ്രസിഡന്റ് ആയിട്ടുള്ള ദ്രൗപദി മുർമുവാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. അപ്പോൾ പ്രധാനമന്ത്രിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് പ്രസിഡന്റാണ്, നിയമിക്കുന്നത് പ്രസിഡന്റാണ്. ഇനി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സത്യവാചകം ചൊല്ലിയ ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, 2024 ജൂൺ 9 കേട്ടോ. ജൂൺ 4 റിസൾട്ട് വന്നു. ഇനി ജൂൺ 9 നമ്മുടെ പ്രധാനമന്ത്രി സത്യവാചകം ചൊല്ലിയിട്ട് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് കയറിയത് കേട്ടോ. അപ്പോൾ ജൂൺ 9 2024 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ് ആണ്. ഇനി പ്രധാനമന്ത്രിയുടെ ശമ്പളം തീരുമാനിക്കുന്നത് ആരാന്ന് ചോദിച്ചിട്ടുള്ളത് പാർലമെന്റ് ആണ് കേട്ടോ. പ്രധാനമന്ത്രിയുടെ ശമ്പളം തീരുമാനിക്കുന്നത് പാർലമെന്റ് ആണ്. അതുപോലെ തന്നെ പ്രധാനമന്ത്രി തന്റെ രാജിക്കത്ത് സമർപ്പിക്കുന്നത് ആരാണോ നിയമിക്കുന്നത് അയാൾക്കാണ് രാജിക്കത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ആർക്കാണ്? പ്രസിഡന്റിനാണ് രാജിക്കത്ത് സമർപ്പിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ ഉണ്ടാവും. ആ ക്ലാസ്സോട് കൂടിയിട്ട് ഇത് ഫുള്ള് തീർക്കാൻ നോക്കാം കേട്ടോ. അപ്പം അടുത്ത ക്ലാസ്സിൽ വരെ കാണുന്നവരെ ടാറ്റ ബൈ ബൈ.